ഹലോ ഫ്രണ്ട്സ്, ഡെല വി സിംപ്ലിഫൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഡിഫറൻഷ്യബിലിറ്റിയാണ്. നമ്മൾ കണ്ടിന്യൂറ്റി ഇതേപോലെ സെറ്റായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. നമ്മൾ കണ്ടിന്യൂറ്റിയിലെ എല്ലാ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്ത് എല്ലാം ആ ഒരു ഓർഡറിൽ വർക്കൗട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സാമിന് വേണ്ടി സെറ്റായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. നമ്മളെ NCERT-യിലെ എല്ലാ ടൈപ്പ് എക്സസൈസുകളും സോൾവ് ചെയ്തിട്ടുണ്ട്. ആ സോൾവ് ചെയ്യാനുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ കണ്ടിന്യൂറ്റി നമ്മൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലേ, 2 പാർട്ടായിട്ട് നമുക്കത് പഠിക്കുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറൻഷ്യബിലിറ്റിയാണ്. കണ്ടിന്യൂറ്റിയുടെ ബാക്കിയായിട്ട് വരുന്ന ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന പാർട്ട്. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് കണ്ടിന്യൂറ്റി സെറ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും NCERT-യിലുള്ള ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. അതിനുവേണ്ടി തന്നെ നമ്മൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യും, എന്തായാലും വർക്കൗട്ട് ചെയ്യും. ഓക്കെ, സോ നോക്കാം, നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കാം. അതിന് മുമ്പ് ഈ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് സൈനറ്റ്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ നമുക്കറിയാം, എന്താ, കോസെറ്റ്സും. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് കോസെറ്റ്സ് എന്താ, കോസെറ്റ്സ് എന്ന് പറയുമ്പം മൈനസ് സൈനറ്റ്സ് വരും. ഓക്കെ, സൈനറ്റ്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ്റെ കോഫങ്ഷനായ കോസെറ്റ്സ് വരും. കോസെറ്റ്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, മൈനസ് സൈനറ്റ്സ് വരും. അത് ഓർത്തിരിക്കുക. ഒരു കാര്യം ആലോചിച്ചാൽ അതാണ്ട് സി വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് വരും. അത് ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഇനിയും കുറച്ച് റിസൾട്ടുകൾ എഴുതാനുണ്ട്, അവിടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യും, പ്രയോജനപ്പെടും. സി വന്നു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് കോസെറ്റ്സിനകത്തൊരു സി ഉണ്ട്. സി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഡെറിവേറ്റീവിനകത്ത് എന്ത് കാണും, ഒരു നെഗറ്റീവ് കാണും. ഓർത്തിരിക്കാൻ. ഓക്കെ, അങ്ങനെ ഏതാന്ന് നോക്കിയാൽ അടുത്ത ഡെറിവേറ്റീവ് നോക്കിയേ, ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എച്ച് ഓഫ് എക്സ് റൈസ് ടു എൻ. എക്സ് റൈസ് ടു എൻ്റെ ഡെറിവേറ്റീവ് എന്താ, എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട. സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കുക. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയറിന് ഡെറിവേറ്റ് ചെയ്യാൻ പോകുക. എന്ത് ചെയ്താൽ അത് ഈ എൻ അതേപോലെ ഇവിടെ എഴുതിയേക്കുമല്ലയോ, അതായത് ഈ 2 അതേപോലെ ഇവിടെ എഴുതുക. ഈ എക്സ് 2-ൽ നിന്ന് 1 കുറച്ച് എന്ത് കിട്ടും, 1, അല്ലെങ്കിൽ എന്താ ഡെറിവേറ്റീവ് 2x. ഓക്കെ, n മൈനസ് 1 അല്ലേ, ഇവിടെ n എന്നിട്ട് വന്ന നേരാ 2, 2-ൽ നിന്ന് 1 കുറച്ചാൽ 1. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് പറഞ്ഞു നോക്ക്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് 3 അതുപോലെ ഇങ്ങനെ എഴുതുക. എക്സ് 3-ൽ നിന്ന് 1 കുറച്ച് 2 എഴുതുക, 3x². അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു 4 എന്തായിരിക്കും, 4x ക്യൂബ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു 5 എന്തായിരിക്കും, 5 ഇൻറ്റു എക്സ് റൈസ് ടു 4. സിമ്പിളാണേ, സിമ്പിൾ. ഓക്കെ, സോ ജനറൽ റിസൾട്ട് എന്താ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ, എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഓക്കെ, അങ്ങനെ ഏതാന്ന് നോക്കിയേ. അടുത്തൊരു ഡെറിവേറ്റീവ് നോക്കാം. ഡെറിവേറ്റീവ് ഓഫ് ടാനറ്റ്സ്. ടാനറ്റ്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ടാനറ്റ്സിൻ്റെ ഡെറിവേറ്റീവ്സ് ഇതാണ്ട് ഇതാന്ന് നോക്കിയേ, സീക്ക് സ്ക്വയററ്റ്സ്. ടാനറ്റ്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, സീക്ക് സ്ക്വയററ്റ്സ്. ഓക്കെ, പഠിച്ചു വെച്ചു. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് കോട്ടറ്റ്സ് പറ. ടാനറ്റ്സിൻ്റെ സീക്ക്, അപ്പോൾ കോട്ടറ്റ്സിൻ്റെ എന്തായിരിക്കും, കൊസീക്ക്. അങ്ങനെ ആലോചിച്ചാൽ മതി, കൊസീക്ക് സ്ക്വയററ്റ്സ്. പക്ഷേ അതാ നിങ്ങളിവിടെ ആലോചിച്ചോ, ഡെറിവേറ്റീവ് ഓഫ് കോട്ടറ്റ്സ് അല്ലേ, കോട്ടറ്റ്സിനകത്ത് സി ഇല്ലേ, അപ്പോൾ എന്തായാലും ഡെറിവേറ്റീവിനകത്ത് എന്ത് കാണും, ഒരു നെഗറ്റീവ് കാണും. സോ ഡെറിവേറ്റീവ് ഓഫ് കോട്ടറ്റ്സ് എന്താ, മൈനസ് കൊസീക്ക് സ്ക്വയററ്റ്സ്. ഓക്കെ ആണേ. ഓക്കെ, അങ്ങനെ ഏതാ നോക്കിയാൽ അടുത്തത് നോക്കിയോ, ഡെറിവേറ്റീവ് ഓഫ് സീക്കറ്റ്സിൻ്റെ ഡെറിവേറ്റീവ് ഇതാ ഇത്രയേ ഉള്ളൂ, സീക്കറ്റ്സ് ഇൻറ്റു ടാനറ്റ്സ്. അങ്ങനെയാണെങ്കിൽ കൊസീക്കറ്റ്സിൻ്റെ പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് കൊസീക്കറ്റ്സ് എളുപ്പമാണ് പഠിക്കാൻ. കൊസീക്കറ്റ്സ് വിച്ച് ഈസ് ഈക്വൽ ടു സി ഉണ്ട്. അപ്പോൾ എന്തായാലും ഡെറിവേറ്റീവിനകത്ത് എന്തുണ്ട്, നെഗറ്റീവ് ഉണ്ട്. സീക്കറ്റ്സിൻ്റെ ഡെറിവേറ്റീവ് ആയിരുന്നപ്പം സീക്കറ്റ്സ് ഇൻറ്റു ടാനറ്റ്സ്. അപ്പോൾ കൊസീക്കറ്റ്സിൻ്റെ ഡെറിവേറ്റീവ് ആകുമ്പം കൊസീക്കറ്റ്സ് ഇൻറ്റു, ഇവിടെ ടാനറ്റ്സ് ആയിരുന്നു, ഇവിടെ അന്നേരം എന്തുവരും, കോട്ടറ്റ്സ്. സിമ്പിളാണേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് പഠിച്ചിരിക്കേണ്ട അത്യാവശ്യമുണ്ട്. ഒരു 1-2 ആൾക്കാരും കൂടെ ഉണ്ട്, അവരെയും കൂടെ പഠിച്ചിരിക്കണം, എളുപ്പമാണ് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ സൈനറ്റ്സിൻ്റെ ഡെറിവേറ്റീവ് കോസെറ്റ്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈനറ്റ്സ്, ടാനറ്റ്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയററ്റ്സ്, കോട്ടറ്റ്സിൻ്റെ ഡെറിവേറ്റീവ് അപ്പോൾ എന്താകും, മൈനസ് കൊസീക്ക് സ്ക്വയററ്റ്സ്. ഓക്കെ, അതുപോലെ സീക്കറ്റ്സ് ടാനറ്റ്സ്, കൊസീക്കറ്റ്സിൻ്റെ മൈനസ് കൊസീക്കറ്റ്സ്, കോട്ടറ്റ്സ്. അപ്പോൾ സി വന്നു കഴിഞ്ഞാൽ ഒരു മൈനസ് എന്ത് കാണും, ആ ഡെറിവേറ്റീവിനകത്ത് കാണും. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം ഇതും പഠിച്ചു വെച്ചേക്കുക. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് പഠിക്കാനുള്ള 1-2 ആൾക്കാർ ഇതാ നോക്കിയേ, ഇവന്മാരാ. ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സെറ്റ്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/√(1 - x². അങ്ങനെയാണെങ്കിൽ കോസ് ഇൻവേഴ്സിൻ്റെ പഠിക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി,
ഈ 1/√(1 - h² തന്നെ, പക്ഷേ എന്ത് ചെയ്യുക, ഒരു നെഗറ്റീവ് ഇടുക. നമുക്കറിയാം അല്ലയോ, കോസ് ഇൻവേഴ്സിനകത്ത് എന്തുകൊണ്ട്, സി ഉണ്ട്. ഓക്കെ, അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിനകത്ത് 1/√(1 - h², കോസ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ -1/√(1 - h². ഓക്കെ ആണേ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/1 + h², 1/1 + h². പഠിച്ചു വെച്ചേക്കുക, ഇപ്പം തന്നെ മനസ്സിൽ ഇപ്പം തന്നെ പഠിച്ചു വെച്ചേക്കുക. അതുപോലെ താണ്ട് ഒരെണ്ണം കൂടെ ഉണ്ട്, അധികം ഉപയോഗിക്കേണ്ടി വരത്തില്ല. ഡെറിവേറ്റീവ് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് വരുവാന്ന് വിചാരിക്കാം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ എന്താ, 1/1 + h². കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ എന്താ, -1/1 + h². ഓക്കെ ആണേ. ഓക്കെ, അപ്പോൾ e⁻⁻ ഡെറിവേറ്റീവ്, e⁻⁻ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്, e⁻⁻ തന്നെയാണ്. ഓക്കെ ആണേ. e⁻⁻ ഡെറിവേറ്റീവ് എന്താ, e⁻⁻ തന്നെയാണ്. log x ഡെറിവേറ്റീവ് എന്താ, 1/x. log x ഡെറിവേറ്റീവ് 1/x. അതുപോലെ ദാ നിങ്ങൾ ഈ ഒരു സാധനം കൂടെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇത്രയും പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ അറിയാം 1/√(1 - h². കോസ് ഇൻവേഴ്സ് ആകുമ്പോൾ അതിനകത്തൊരു മൈനസ് കൂടെ വരും. ഇനി ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ആണെങ്കിൽ 1/1 + h². കോട്ടാണെങ്കിൽ ഒരു മൈനസ് കൂടെ അതിനകത്ത് വരും. പ്രശ്നമൊന്നുമില്ല. log x ഡെറിവേറ്റീവ് 1/x, സിമ്പിളാണ് പഠിക്കാൻ. അതേപോലെ e⁻⁻ ഡെറിവേറ്റീവ് എന്താ, e⁻⁻ തന്നെ, കുഴപ്പമില്ല പഠിക്കാൻ. അങ്ങനെ ഏതാണ്ട് ഈ ഒരാളെയും കൂടെ പഠിച്ചു വെച്ചേക്കുക. അതാ നോക്കിയേ, √x ഡെറിവേറ്റീവ് d/dx ഓഫ് √x. ഓക്കെ, ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന ആളാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, കാണാതെ പഠിച്ചു വെച്ചേക്കുന്നേ നല്ലത്. ഓക്കെ, ഇത് അല്ലാതെ ഓരോ തവണയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഡെറിവേറ്റീവ് ഓഫ് √x എന്ന് പറഞ്ഞാൽ x⁻² എന്താ, 1/2. x⁻1/2ൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/2 × x⁻1/2 - 1. അങ്ങനല്ലേ, n x⁻n - 1. അതാണ് നമ്മുടെ ഇക്വേഷൻ. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 1/2 × x⁻². പകുതിയിൽ നിന്നും ഒന്ന് പോയാൽ മൈനസ് പകുതി അല്ലയോ, 1/2 - 1 -1/2 വിച്ച് ഈസ് ഈക്വൽ ടു 1/2 × ഈ x⁻⁻1/2 എനിക്ക് എന്ത് എഴുതാം, 1/x⁻1/2 അല്ലെങ്കിൽ 1/2√x. ഓക്കെ, അപ്പോൾ ഓരോ തവണ ഇങ്ങനെ ചെയ്തൊന്നും നോക്കണ്ട, ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. √x ഡെറിവേറ്റീവ് എന്താ, 1/2√x. നമുക്ക് ഒരുപാട് എടുത്ത് ഉപയോഗിക്കാനുള്ളതാണ്. ഓക്കെ, പഠിച്ചു വെച്ചേക്കുക. പഠിക്കാൻ വലിയ പാടൊന്നുള്ള കാര്യമൊന്നുമല്ല. √x ഡെറിവേറ്റീവ് എന്താ, 1/2√x. ഓക്കെ ആണേ. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഡിഫറൻഷ്യബിലിറ്റി പഠിക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രോഡക്റ്റ് റൂള്. നമുക്കറിയാം അല്ലയോ, പഠിച്ചിട്ടുള്ളതാ പ്രോഡക്റ്റ് റൂള്, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാ. ഓക്കെ, പ്രോഡക്റ്റ് റൂൾ ഇത്രയേ ഉള്ളൂ. u,v രണ്ട് ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ x × sin x. അപ്പോൾ x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതേപോലെ എന്തുകൊണ്ട് x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, sin x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കും അല്ലയോ. ഇത് u ആണെന്ന് വിചാരിക്കുക, ഇതെന്താണെന്ന് വിചാരിക്കുക, v ആന്ന് വിചാരിക്കുക. അതായത് x u ആന്ന് വിചാരിക്കുക, sin x വേറൊരു പേര് വിളിച്ചെന്താ, v ആന്ന് വിചാരിക്കുക. സോ u × v ദ ഹോൾ ഡാഷ്. നമുക്കറിയാം ഡെറിവേറ്റീവിന് നമ്മൾ എങ്ങനെയും പറയും, ഡാഷ് എന്ന് വിളിച്ചും പറയും അല്ലയോ. അതായത് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് d/dx ഓഫ് എന്ന് എഴുതുന്നതിന് പകരം എന്ത് ചെയ്യാം, sin x ദ ഹോൾ ഡാഷ് എന്ന് മേളിലിട്ടാൽ മതി. ഓക്കെ, സോ u × v ദ ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു എന്താ, u'(v + uv'. പഠിച്ചു വെച്ചേക്കുക. അതായത് x × sin x ദ ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു sin x പ്ലസ് x × sin x ഡെറിവേറ്റീവ്. ഓക്കെ ആണോ. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂളും കൂടെ പഠിച്ചു വെച്ചേക്കുക. ഇത് പഠിക്കാൻ എളുപ്പമാണ്. u,v ദ ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു u'(v + uv'). ഓക്കെ ആണേ. ഓക്കെ, അത് നമ്മൾ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ എന്ത് ചെയ്യും, ആ ഇക്വേഷനായിട്ട് അങ്ങ് പരിചയവും, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഇക്വേഷനാണ്. അതേപോലെ ദാണ്ട് കോഷ്യൻ റൂളും ഉണ്ട്. u/v ദ ഹോൾ ഡാഷ് എന്താ, u'(v) മൈനസ് ഇടണം. ഓക്കെ, ഡിവിഷൻ ആയതുകൊണ്ട് എന്ത് ഇടണം, മൈനസ് ഇടണം. u'(v - uv' ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്തും കൂടെ ഉണ്ട്, ഒരു v² കൂടെ ഉണ്ട്. ഓക്കെ, ഈസി ആയിട്ട് സെറ്റാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ ആണോ. ഇനി ഇതിൻ്റെ ചെയിൻ റൂള് വരും. ചെയിൻ റൂളൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ഭയങ്കര തിയറട്ടിക്കലായിട്ട് അതൊന്നും പഠിച്ചു വെച്ചേക്കേണ്ട ആവശ്യമില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ ചെയിൻ റൂളൊക്കെ. ഓക്കെ, അപ്പോൾ പഠിച്ചിരിക്കേണ്ടത് ഈ പ്രോഡക്റ്റ് റൂള്, നമ്മൾ ഈ പറഞ്ഞ ഇത്ര റിസൾട്ട് ഒന്ന് ജസ്റ്റ് ഒന്നൊന്ന് പോസ് ചെയ്ത് ഈ റിസൾട്ടുകളെല്ലാം ഒന്ന് ബൈഹാർട്ട് ചെയ്ത് അതൊന്ന് പഠിച്ചു വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള സെക്ഷനിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ആ ബാക്കിയുള്ള സെക്ഷനിലോട്ട് അങ്ങനെ ഒന്ന് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഇത്രയും പറഞ്ഞ ഈ സാധനങ്ങൾ, ഈ ഡെറിവേറ്റീവ്സ് ഒന്ന് കാണാതെ പഠിക്കുക, ബൈഹാർട്ട് ചെയ്യുക. കാണാൻ പഠിക്കാനൊക്കെ എളുപ്പമാണ് അല്ലേ, എളുപ്പമാണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക, ഈ പ്രോഡക്റ്റ് റൂളും കോഷ്യൻ റൂളും കൂടെ എന്ത് ചെയ്യുക,
ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു സെക്ഷനിലോട്ട് അങ്ങ് കയറാം. നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തന്നെ ഈ ചാപ്റ്റർ അങ്ങ് എന്ത് ചെയ്യാം, സെറ്റാക്കാം. ബാക്കിയുള്ള റൂൾസും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യാം, ആ പ്രോബ്ലത്തിലൂടെ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ 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 നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സൈൻ ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് 5 നിങ്ങളുടെ NCERT എക്സസൈസിലെ 5.2 എന്ന് പറയുന്ന എക്സസൈസാണ്. ഓക്കെ, ഫസ്റ്റ് എക്സസൈസ് നോക്കാം. സൈൻ ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് 5. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സൈൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണല്ലോ. സൈനകത്ത് കിടക്കുന്നത് വെറും ഒരു എക്സ് അല്ല, എന്താ, എച്ച് സ്ക്വയർ പ്ലസ് 5 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് കിടക്കുന്നത്, അല്ലയോ. അപ്പം വെറുതെ എക്സ് എന്ന് വിളിച്ചാലും ശരിക്കും അതൊരു ഫംഗ്ഷൻ തന്നെയാണ്. അതിലോട്ട് നമുക്കിപ്പോൾ പോകണ്ട, ജസ്റ്റ് ഇങ്ങനെ നോക്കുക. സൈൻ ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതിനകത്ത് എന്ത് കിടപ്പുണ്ട്, എച്ച് സ്ക്വയർ പ്ലസ് 5 എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ കിടപ്പുണ്ട്, അല്ലയോ. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് കിടക്കുക. അപ്പോൾ ഈ ടൈപ്പ് കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ചെയിൻ റൂൾ എന്ന് പറയുന്ന റൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചെയിൻ റൂൾ എന്ന് പറയുന്ന റൂളിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷനൊന്നും ആവേണ്ടത്, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇതാ നോക്കിയേ, സൈൻ ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് 5. എനിക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് 5. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് മുറിക്കാൻ പോവാം, പാർട്ടായിട്ട് കണ്ടുപിടിക്കാൻ പോവുക. എനിക്ക് ആദ്യം എന്തായാലും സൈനറ്റ്സിന് ഡെറിവേറ്റീവ് അറിയാമോ, അറിയാം. ഞാൻ എന്ത് ചെയ്യാൻ പോവുക, സൈനറ്റ്സിന് ഡെറിവേറ്റീവ് എന്തുവാ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. d/dx ഓഫ് സൈനറ്റ്സ് എന്താ, കോസെറ്റ്സാ, അല്ലയോ. തറവായിട്ട് പഠിക്കുക. ഡെറിവേറ്റീവ് ഓഫ് സൈനറ്റ്സ് എന്താ, കോസെറ്റ്സ്. സോ സൈനറ്റ്സിന് ഡെറിവേറ്റീവ് എന്താ, കോസെറ്റ്സാ. സോ കോസ് ഓഫ് എക്സ് അല്ല ഇവിടെ വന്നേക്കുന്നത്, ഇവിടെ എന്താ, എച്ച് സ്ക്വയർ പ്ലസ് 5 വന്നേക്കുന്നത്. സോ എന്ത് എഴുതി, എക്സിന് പകരം എച്ച് സ്ക്വയർ പ്ലസ് 5 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ എന്തായാലും സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്താ, കോസ. അവിടെ എക്സിന് പകരം വന്ന എച്ച് സ്ക്വയർ പ്ലസ് 5, അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി, എച്ച് സ്ക്വയർ പ്ലസ് 5 എന്ന് എഴുതി. പക്ഷേ ഇവിടെ കൊണ്ട് നിർത്തരുത്, ഇവിടാണ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. ഒന്നുമില്ല, ഇവിടെ വെറുതെ എക്സ് അല്ലല്ലോ വന്നത്, അവിടെ വന്നേ എന്താ, എച്ച് സ്ക്വയർ പ്ലസ് 5 അല്ലയോ. അപ്പോൾ നമ്മൾ ഇൻറ്റു എച്ച് സ്ക്വയർ പ്ലസ് 5ൻ്റെയും കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ ആണോ, ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് 5, അതേപോലെ എഴുതി, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് 5. എച്ച് സ്ക്വയർ പ്ലസ് 5ൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ, നമുക്കറിയാം. ഡെറിവേറ്റീവ് ഓഫ് യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ എന്താ, യു ഇൻറ്റു വി അല്ല, യു പ്ലസ് വി. യു ഇൻറ്റു വി വന്നാൽ എന്താ, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചായിരുന്നു, അല്ലയോ. യു ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ എന്താ, യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ് എന്ന് വരും. ഓക്കെ, ഇത് ജസ്റ്റ് എന്താ, യു പ്ലസ് വി. യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഡെറിവേറ്റ് ചെയ്യാം, അല്ലയോ. ആദ്യമേ യുവിനെ ഡെറിവേറ്റ് ചെയ്യണം, പ്ലസ് വിയെ ഡെറിവേറ്റ് ചെയ്യണം. ഓക്കെ ആണോ, ഓക്കെ. അങ്ങനെയാണ് ഇവിടെ വന്നേക്കുന്ന എച്ച് സ്ക്വയർ പ്ലസ് 5ൻ്റെ ഡെറിവേറ്റീവ്, അല്ലയോ, d/dx ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് 5. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുമല്ല, പ്ലസ്സാ. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യാം, ഡെറിവേറ്റീവ് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 5. എച്ച് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 2x പ്ലസ് 5ൻ്റെ ഡെറിവേറ്റീവ് എന്താ, നമുക്കറിയാം. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 ആയിരിക്കും. പഠിച്ചു വെച്ചേക്കുക, ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ എന്ത് കിട്ടും, 2x എന്ന് കിട്ടും. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എന്താ, 2x ആണ്. അപ്പോൾ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, എഴുതേണ്ടി വരും. ഇത്രയേ ഉള്ളൂ, ആൻസറായി. സിമ്പിൾ അല്ലേ, സിമ്പിളാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ്. അങ്ങനെയാണെങ്കിൽ അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേ, ഡെറിവേറ്റീവ് ഓഫ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, ഡെറിവേറ്റീവ് ഓഫ് കോസ് ഓഫ് സൈനറ്റ്സ്. ഓക്കെ, അപ്പോൾ സിമ്പിളാ. ഡെറിവേറ്റീവ് ഓഫ് കോസ് ആദ്യം നമ്മൾ ആലോചിക്കുക. കോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആദ്യം കാണുന്നത്. സോ കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് സൈനറ്റ്സ്. ഡെറിവേറ്റീവ് ഓഫ് കോസെറ്റ്സ് എന്താ, മൈനസ് സൈനറ്റ്സ്. നമ്മൾ പഠിച്ചതാണ്. സോ മൈനസ് സൈൻ ഓഫ് എക്സ് അല്ല വന്നേക്കുന്നത്, പകരം എന്താ വന്നേക്കുന്നത്, സൈനറ്റ്സ് ആണ് വന്നേക്കുന്നത്. അത് അതേപോലെ എഴുതി. ഓക്കെ, അപ്പോൾ എക്സ് അല്ല വന്നത്, പകരം ആരാ വന്നത്, സൈനറ്റ്സ് വന്നപ്പോൾ ആരെയും കൂടെ എടുക്കണം, സൈനറ്റ്സിന് ഡെറിവേറ്റീവും കൂടെ എടുക്കണം. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ആകത്ത് കിടക്കുന്ന ആളുടെ സൈനറ്റ്സ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ് സൈനറ്റ്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈനറ്റ്സ് എന്താ, കോസെറ്റ്സ്. ആൻസറായി. മൈനസ് സൈൻ ഓഫ് സൈനറ്റ്സ് ഇൻറ്റു കോസെറ്റ്സ്. ഓക്കെ ആണോ, ഓക്കെ. അങ്ങനെ ഏതാണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ, എന്താ പറഞ്ഞേക്കുന്നത്, സൈൻ ഓഫ് എ എച്ച് പ്ലസ് ബി. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് എ എച്ച് പ്ലസ് ബി. സിമ്പിളാ, വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ, കോസ, നമുക്കറിയാം. സോ കോസ് ഓഫ് എ എച്ച് പ്ലസ് ബി ഇൻറ്റു എന്തുകൊണ്ട് നമുക്കറിയാം. ഇനി ആരുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം, എ എച്ച് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. എ എച്ച് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്താ, അതാ നോക്കിക്കോ, ഡെറിവേറ്റീവ് ഓഫ് എ എച്ച് പ്ലസ് ബി. നമുക്കറിയാം ആദ്യമേ എന്ത് ചെയ്യണം, എ എക്സിന് ഡെറിവേറ്റ് ചെയ്യണം. എ എക്സിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്നത് എന്താ,
ഒരു കോൺസ്റ്റൻ്റ് അതിനെ നമുക്ക് അതേപോലെ അങ്ങ് എഴുതാം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കോൺസ്റ്റൻ്റ് അതേപോലെ എഴുതാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന +1 നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ എ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1. സോ എ ഇൻറ്റു 1 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വെറുതെ കിടക്കുക. ബി എക്സ് എന്നൊന്നുമില്ല, ബി എച്ച് സ്ക്വയർ ഒന്നുമില്ല. സോ ആ കോൺസ്റ്റൻറ്റ് മാത്രമേ അവിടെ ഉള്ളൂ. സോ കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളെങ്കിൽ കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് എന്താ 0. കണ്ടോ, കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളെങ്കിൽ കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് എന്താ 0. ഓക്കെ, ഇവിടെ കോൺസ്റ്റൻറ്റ് മാത്രമല്ല, ഇവിടെ എ ഇൻറ്റു എക്സ് കിടപ്പുണ്ടായിരുന്നു. സോ എ ഇങ്ങനെ വെളിയിലോട്ട് മാറ്റി വെച്ചു, എക്സിന് ഡെറിവേറ്റ് ചെയ്തു. ഓക്കെ, സോ എ എന്ന് മാത്രം കിട്ടി. എക്സിന് ഡെറിവേറ്റീവ് എത്ര 1 കിട്ടുന്നത് ഇല്ലയോ. എക്സിന് ഡെറിവേറ്റീവ് എത്ര കിട്ടുന്നത് 1 കിട്ടുന്നത്. സോ ഇതെന്താ a+0. അപ്പോൾ എന്തും കൂടെ ഉണ്ട്, ഇൻറ്റു ഒരു എയും കൂടെ ഉണ്ട്. സിമ്പിൾ അല്ലയോ? സിമ്പിളായിട്ട് മനസ്സിലാവത്തില്ലയോ? സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് അല്ലേ. നമ്മൾ എന്താ ഉപയോഗിച്ചത്? ചെയിൻ റൂളാണ് ശരിക്കും ഇവിടെ ഉപയോഗിച്ചത്. എങ്ങനെയാണ് ചെയ്തത്? sin of x² + 5 അങ്ങനെയാണെങ്കിൽ സൈൻ്റെ ഡെറിവേറ്റീവ് ആദ്യം എടുക്കും. അടുത്ത എന്ത് ചെയ്യും? x² + 5ൻ്റെ ഡെറിവേറ്റീവ് എടുക്കും. ഓക്കെ ഓക്കെ, ഇവിടെ എല്ലാം സിമിലർ രീതിയിലാണ് ചെയ്തത്. ഓക്കെ ആണേ. ഓക്കെ, അപ്പോൾ ഈ x² + 5ൻ്റെ ഡെറിവേറ്റീവ് എടുക്കാനും ax + bയുടെ ഡെറിവേറ്റീവ് എടുക്കാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അത് അറിഞ്ഞുകൂടെങ്കിൽ എന്ത് ചെയ്യുക? ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കണ്ട് നോക്കുക. ഓക്കെ, സോ നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കിയോ. cos x³ × sin² x⁵5. ഇവിടെ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ, 2 ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് വന്നേക്കുന്നതാണ് കിടക്കും അല്ലയോ. ഇതൊരു u എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇതൊരു v എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കും അല്ലേ. cos x³ ഉണ്ട്, അതിൻ്റെ കൂടെ എന്തുകൊണ്ട് sin² x⁵5 ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ 2 പാർട്ടായിട്ട് നമുക്ക് ആലോചിക്കാം. ഓക്കെ, അങ്ങനെ ഏതാ നോക്കിയേ, ഇതിൻ്റെ ഡെറിവേറ്റീവാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് cos x³ × sin² x⁵5ൻ്റെ ഡെറിവേറ്റീവാണ് കണ്ടുപിടിക്കേണ്ടത്. sin² x⁵5ൻ്റെ ഓക്കെ ഡെറിവേറ്റീവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? u = എന്താ? cos x³ എന്ന് വിചാരിച്ചോ. v = എന്താ? sin² x⁵5 എന്ന് വിചാരിച്ചോ. u v ദ ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? u' v + u v'. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം u', അതായത് എന്താ? cos x³ ഡെറിവേറ്റീവ് അല്ലയോ. cos x³ ഡെറിവേറ്റീവ് ഇൻറ്റു v എന്താ? sin² x⁵5 പ്ലസ് u v', അതായത് cos x³ അതുപോലെ എഴുതുക, v'യുടെ ഡെറിവേറ്റീവ് എടുക്കുക അല്ലയോ. vയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം sin² x⁵5ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ ആണോ? ഓക്കെ, അപ്പം u' ആദ്യം എന്ത് ചെയ്യുക? cos x³ ഡെറിവേറ്റീവ് എടുക്കുക ഇൻറ്റു v പ്ലസ് u × v'. ഇത്ര എഴുതുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ എന്താ നോക്കിയോ, cos x³ ഡെറിവേറ്റീവ് എടുക്കുക, cos x³ ആലോചിക്കുക. ഓക്കെ, cos x³ ആലോചിക്കുക. നമുക്ക് u' അല്ലേ കണ്ടുപിടിക്കേണ്ടത്. u' എന്ന് പറഞ്ഞാൽ എന്താ? cos x³ ഡെറിവേറ്റീവ്. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താ? -sin x ആണ്. -sin x അല്ല ഇവിടെ കിടക്കുന്നത്, x³ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം? x³ ഡെറിവേറ്റീവും കൂടെ എഴുതണ്ടേ. x³ ഡെറിവേറ്റീവ് എന്താ? 3x². ഓക്കെ, അപ്പോൾ cos x³ ഡെറിവേറ്റീവ് കിട്ടി, അതായത് u' നമുക്ക് കിട്ടിക്കഴിഞ്ഞു. u' എന്ന് പറഞ്ഞാൽ എന്താ? -sin x³ × 3x² കിട്ടിക്കഴിഞ്ഞു. ഇൻറ്റു എന്തുകൊണ്ട്? sin² x⁵5 ഉണ്ട് പ്ലസ് cos x³ അതുപോലെ എഴുതി, cos x³ അതുപോലെ എഴുതി ഇൻറ്റു. ഇനി നമുക്ക് ആരുടെ ഡെറിവേറ്റീവാണ് വേണ്ടുന്നത്? sin² x⁵5ൻ്റെ ഡെറിവേറ്റീവാണ് വേണ്ടുന്നത് അല്ലയോ. അതായത് v' നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, v' എഴുതുമ്പോൾ അതാണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിക്കോ. sin² x⁵5, sin xൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. sin xൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസാ നമുക്കറിയാം. പക്ഷേ ഇവിടെ sin x ആണ് കിടക്കുന്നത്, sin² x⁵5 കിടക്കുന്നത്, sin² കിടക്കുന്നത് ഇല്ലയോ. അപ്പോൾ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടെ അവിടെ വന്നില്ലയോ. സൈൻ മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണെന്ന് നമുക്കറിയാം, പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇവിടെ സൈൻ അല്ല വന്നിരിക്കുന്നത് എന്താ? സൈനിൽ നിന്ന് സ്ക്വയറൂടെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ sin² വന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ അതാണ്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. x² ഡെറിവേറ്റീവ് എന്തുവാടി? 2x അല്ലയോ. x² ഡെറിവേറ്റീവ് എന്താ? 2x. അങ്ങനെയാണെങ്കിൽ sin² ഡെറിവേറ്റീവ് എന്താ? 2 sin x. ഇവിടെ x അല്ല, പകരം എന്താ? x⁵5. ഇനി sin² അല്ലായിരുന്നോ? അപ്പോൾ സ്ക്വയറിൻ്റെതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2 sin x എന്നുള്ള രീതിയിൽ എഴുതി. x² ഡെറിവേറ്റീവ് 2x എഴുതിയതുപോലെ sin² ആണെന്ന് തോന്നുന്നു 2 sin എന്നും പറഞ്ഞ് എഴുതിയത്.
ഇനി എന്ത് ചെയ്യണം, ഈ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷനെയല്ലോ സ്ക്വയർ ചെയ്തത്. അപ്പോൾ ഇവിടെ സ്ക്വയർ ഫംഗ്ഷൻ ഉണ്ട്, ഇവിടെ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, ഇവിടെ x⁵5 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. കണ്ടോ ആ ഫംഗ്ഷൻസ് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടോ? ഇവിടെ 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? സൈൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ സൈനിന് എന്ത് ചെയ്തിട്ടുണ്ട്? സ്ക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. പിന്നെന്തുകൊണ്ട്? അതിനകത്ത് സൈൻ്റെ അകത്ത് ഒരു x⁵5 കിടപ്പുണ്ട്. അപ്പോൾ 3 ആൾക്കാർ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം നമുക്കറിയാം സൈൻ എക്സിൻ്റെ നമുക്കറിയാം, സൈൻ ആയിരുന്നെങ്കിൽ നമുക്കറിയാമായിരുന്നു കോസ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതിയായിരുന്നു, നമ്മൾ തൊട്ട് മുന്നേയൊക്കെ ചെയ്തതുപോലെ. പക്ഷേ ഇവിടെ സൈനും അല്ല, ഇവിടെ എന്താ? സൈൻ സ്ക്വയറാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ആ സ്ക്വയർ ഫംഗ്ഷനെ ചെയ്യണം. x² ഡെറിവേറ്റീവ് എന്താ? 2x. അതുപോലെ സൈൻ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2sin. ഇനി എന്ത് ചെയ്യണം? സൈൻ ഫംഗ്ഷൻ കിടപ്പുണ്ട്, ആ സൈനിൻ്റെ ഡെറിവേറ്റീവ് ആണ്. സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്. എക്സ് അല്ല, x⁵5 ആയി ഇവിടെ വന്നേക്കുന്നത് അല്ലേ. ഇനി എന്ത് ചെയ്യണം? ഇനി ആ x⁵5നെ കൂടെ ചെയ്യണം. x⁵5 എന്താ? 5x⁴. അപ്പോൾ എന്തും കിട്ടി? വി ഡാഷും കിട്ടി. വി ഡാഷ് എന്തുവാ? 2 sin x⁵5 ഇൻറ്റു കോസ് x⁵5 ഇൻറ്റു 5x⁴. ഓക്കെ. ഇനി ഇത് ജസ്റ്റ് ഇതിനെ ഒന്ന് എന്ത് ചെയ്താൽ മതി? ഒന്ന് അടുക്കിയൊന്ന് എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ എന്തൊക്കെയുണ്ട്? 5x⁴ ആദ്യം എഴുതാം. 5x⁴. അതുപോലെ എന്തുകൊണ്ട്? 5x⁵5ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാം? 10 എന്ന് എഴുതാം. ഓക്കെ. 10x⁴ എന്ന് എഴുതാം. ഞാൻ അങ്ങനെ എഴുതാം. ഓക്കെ. ഓക്കെ. ഈ 2ഉം ഈ 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 10 ഉണ്ട്, ഒരു x⁴ ഉണ്ട്, ഇൻറ്റു എന്തുകൊണ്ട്? ഇനി സൈൻ x⁵5 ഉണ്ട്, സൈൻ x⁵5 ഉണ്ട്, ഇൻറ്റു കോസ് x⁵5 ഉണ്ട്. ഇനി എന്തുകൊണ്ടൊരു കോസ് x³ ഉണ്ട്. ഒന്ന് അടുക്കി എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ. മൈനസ് ബാക്കിയുള്ള ടേംസ് ഏതൊക്കെയാണ്? ഇവിടെ മൈനസ് ടേം നടക്കുന്നത്. മൈനസ് ഇവിടെ എന്തുകൊണ്ട്? ഒരു 3h² ഉണ്ട്. അതേപോലെ സൈൻ സ്ക്വയർ x⁵5 ഉണ്ട്. അതേപോലെ സൈൻ x³ ഉണ്ട്. ഓക്കെ. സോ ഇതാണ് എന്തോന്ന്? ആൻസർ. സിമ്പിളാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. സൈൻ സ്ക്വയർ x⁵5 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ സ്ക്വയർ ആദ്യം ചെയ്യണം. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 സൈൻ എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി എന്ത് ചെയ്യണം? സൈൻ ഫംഗ്ഷൻ കിടപ്പുണ്ട്, അപ്പോൾ സൈൻ ഫംഗ്ഷനെ ചെയ്യണം. ആ സൈൻ ഫംഗ്ഷനകത്ത് ആര് കിടപ്പുണ്ട്? x⁵5 കിടപ്പുണ്ട്, അവനെയും ചെയ്യണം. അതിൽ നമ്മൾ ചെയ്തേക്കുന്നത് സ്ക്വയർ ഫംഗ്ഷനെ ചെയ്തു 2 സൈൻ, ഇനി ആ സൈനിനെ ചെയ്തു കോസ്, ഇനി ആ x⁵5നെ ചെയ്തു 5x⁴. ഓക്കെ. ഓക്കെ. അപ്പോൾ ഒരു കണക്കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു മോഡലൂടെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവും. ഞാൻ ഒരു മോഡലൂടെ എന്ത് ചെയ്യാം? ഒന്ന് കാണിച്ചു തരാം. ഇതാ നോക്കിക്കോ. 2√cot of h². 2√cot of h². ഇതാ നോക്കിക്കോ. 2 ഡെറിവേറ്റീവ് ഓഫ് 2√cot of h². ഇതല്ലേ നമുക്ക് ചെയ്യേണ്ടത്? ആണ്. ഇവിടെ ഏതൊക്കെ ഫംഗ്ഷൻ ഉണ്ട്? ഒരു റൂട്ട് ഫംഗ്ഷൻ ഉണ്ട്. നേരത്തെ സൈൻ സ്ക്വയറിൻ്റെ കേസിൽ ഒരു സ്ക്വയർ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു റൂട്ടുണ്ട്, അതേപോലെ എന്തുണ്ട്? ഒരു കോട്ടുണ്ട്, ആ കോട്ടിനകത്തൊരു h² ഉണ്ട്. 3 ആൾക്കാർ വന്നിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. 2 കോൺസ്റ്റൻ്റ് അത് അതേപോലെ ഇങ്ങനെ വെളിയിൽ എഴുതി ഇൻറ്റു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് കോട്ട് h² എന്നാണ് കിടക്കുന്നത്. അപ്പോൾ റൂട്ട് ആദ്യമേ എന്ത് ചെയ്യണം? ഡെറിവേറ്റ് ചെയ്യണം. റൂട്ട് എക്സിന് ഡെറിവേറ്റീവ് എന്താ? കോട്ട് എക്സ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി. കോട്ട് എക്സ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അറിയാം, ഈസി ആയിട്ട് ചെയ്യാം. പക്ഷേ റൂട്ട് കോട്ട് എക്സ് അറിയാമോ? അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യമേ ആ റൂട്ട് ഫംഗ്ഷനെ അങ്ങ് നോക്കണം. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഞാൻ പറഞ്ഞായിരുന്നു. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ? റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവിനെ ആ ഡാഷ് ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. d/dx എന്ന് എഴുതുന്നതിന് പകരം ഇങ്ങനെ ഡാഷ് ഇടാം. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 റൂട്ട് എക്സ്. ആണോ? ആണ്. ഇത് പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റൂട്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1/2 റൂട്ട് എന്ന് വരും. ഓക്കെ. റൂട്ടിനകത്ത് കിടന്നത് വെറുതെ എക്സ് അല്ല, പകരം ആരാ കിടന്നത്? കോട്ട് ഓഫ് h² ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ അകത്ത് കിടക്കുന്ന കോട്ട് h² ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം, അല്ലയോ? d/dx ഓഫ് കോട്ട് h² കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇതാ നോക്കിക്കോ. അങ്ങനെയാണെങ്കിൽ 2ഉം 2ഉം ക്യാൻസൽ ആവും. ഇവിടെ എന്ത് വരും? 1/√ഓഫ് കോട്ട് h² ഇൻറ്റു ഡെറിവേറ്റീവ്. ഞാനിത് സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് എഴുതി കാണിക്കുമോ? ഒരൊറ്റ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. എന്ത് ചെയ്യാം? റൂട്ടിൻ്റെ എഴുതാം. 1/2 റൂട്ട് എഴുതാം. ഇനി കോട്ട് ഓഫ് h² എന്ന് പറയുമ്പോൾ ഇനി എന്ത് ചെയ്യണം? കോട്ടിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. കോട്ടിൻ്റെ ഡെറിവേറ്റീവ് എന്താ? d/dx ഓഫ് കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് കോസിക് സ്ക്വയർ എക്സ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മൈനസ് കോസിക് സ്ക്വയർ എക്സ്. ഓക്കെ. സോ കോട്ട് h² ഡെറിവേറ്റീവ് എന്തായിരിക്കും അന്നേരം? മൈനസ് കോസിക് സ്ക്വയർ, ഇവിടെ എക്സ് അല്ല h², സോ കോസിക് സ്ക്വയർ h². ഇൻറ്റു എന്ത് ചെയ്യണം? ഇനി h² ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം.
എച്ച് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത കണക്ക് ഇതുപോലല്ലേ നമ്മൾ ചെയ്തതാ നോക്കിയേ. സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് എങ്ങനെ ആദ്യമേ സ്ക്വയർ ഫംഗ്ഷൻ സൈൻ്റെ അറിയാം, പക്ഷേ സൈൻ സ്ക്വയറിൻ്റെ അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, സ്ക്വയറിൻ്റെ നോക്കും. സ്ക്വയറിൻ്റെ എന്താ 2 സൈൻ. ഓക്കെ, അത് അതേപോലെ എഴുതി 2 സൈൻ എക്സ് റൈസ് ടു 5. ഇനി എന്ത് ചെയ്ത് സൈൻ എക്സ് റൈസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് സൈൻ എക്സ് റൈസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ്. ഇനി എന്ത് ചെയ്ത് എക്സ് റൈസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് എടുത്ത്. ഓക്കെ, അതേ പ്രോസസ്സാണ് ഇവിടെയും ചെയ്തത്. അത് നോക്കിയേ, ഡെറിവേറ്റീവ് ആദ്യം എന്ത് ചെയ്തു, റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഇനി എന്ത് ചെയ്തു, കോട്ട് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അല്ലേ, റൂട്ട് എക്സ് അല്ലല്ലോ കിടന്നത്, കോട്ട് എക്സ് സ്ക്വയറിലെ കിടന്നത്. സോ കോട്ട് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. കോട്ട് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി കോട്ട് എക്സ് സ്ക്വയർ എന്നാണ് കിടന്നത്, കോട്ട് എക്സ് എന്നല്ല കിടന്നത്. സോ ഇനി ആരുടെയും കൂടെ എടുക്കണം, എക്സ് സ്ക്വയറിൻ്റെയും കൂടെ എടുക്കണം. സോ എക്സ് സ്ക്വയറിൻ്റെയും കൂടെ എടുത്തു. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഒറ്റ സ്റ്റെപ്പ് നിങ്ങൾ എഴുതുന്നതിനെക്കാട്ടി നല്ലത് എങ്ങനെ ചെയ്യുക, ഇങ്ങനെ സ്പ്ലിറ്റാക്കി തന്നെ എഴുതുക. കാരണം കൺഫ്യൂഷൻസ് ഒഴിവാക്കാം, ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചിലപ്പോൾ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് വരാൻ സാധ്യതയുണ്ട്, മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പായി തന്നെ എഴുതുക. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്, ആദ്യമേ 2 റൂട്ട് കോട്ട് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. 2 കോൺസ്റ്റൻറ്റ് വെളിയിൽ എഴുതി. റൂട്ട് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താ 1/2 റൂട്ട്. ഓക്കെ, സോ 1/2 റൂട്ട് കോട്ട് എക്സ് സ്ക്വയർ. അപ്പോൾ അകത്ത് കിടന്നത് വേറൊരു ഫംഗ്ഷനാണ്, കോട്ട് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ എന്ത് ചെയ്യണം, ഇനി കോട്ട് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഈ കോട്ട് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ കൊസീക്ക് എക്സ് സ്ക്വയർ, അപ്പോൾ കോട്ട് എക്സ് അല്ല കിടന്നത്, കോട്ട് എക്സ് സ്ക്വയർ ആണ് കിടന്നത്. സോ ഇനി എന്ത് ചെയ്യണം, ആ എക്സ് സ്ക്വയറിൻ്റെയും കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, അപ്പോൾ എന്താ കിട്ടി മൊത്തത്തിൽ എല്ലാം കൂടെ 1/√ കോട്ട് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് കൊസീക്ക് സ്ക്വയർ എച്ച് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എച്ച് സ്ക്വയർ എന്താ 2x. അപ്പോൾ ഇതാണ് എന്തോന്ന് ആൻസർ. ഇതൊന്ന് അടുക്കി എഴുതിയാൽ മതി, ഒന്നുമില്ല. -2x കൊസീക്ക് സ്ക്വയർ എച്ച് സ്ക്വയർ ഡിവൈഡഡ് കോട്ട് എക്സ് സ്ക്വയർ. ഒന്ന് അടുക്കി എഴുതി കഴിഞ്ഞാൽ ആൻസറായി. അടുക്കി എഴുതിയില്ലെങ്കിലും ഇത് എന്ത് തന്നെയാണ്, ആൻസർ തന്നെയാണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, ഈ ടൈപ്പ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്പോഴേ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവുക കേട്ടോ. നോക്കാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് എന്ത് ചെയ്യുക, നമുക്ക് മൂവ് ചെയ്യാം. നോക്കിയാൽ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പ്രത്യേകത, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് എന്താ പ്രത്യേകത, നമ്മൾ തൊട്ട് മുന്നേ ചെയ്തെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ള രീതിയിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തത്, വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇല്ലയോ. അതായത് സൈൻ ഓഫ് എച്ച് സ്ക്വയർ അല്ലേ, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതവിടെ മറന്നിട്ട് വരാനല്ല, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, ഒരു പുതിയ കാര്യം കൂടെ പഠിക്കാൻ പോവുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യുന്നു. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താ, അതാ നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടറിയാം. നമ്മൾ സാധാരണ ഫംഗ്ഷൻ എഴുതുന്നത് എങ്ങനെയാണ്, y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇങ്ങനെയല്ലേ സാധാരണ നമ്മൾ ഫംഗ്ഷൻ എഴുതുന്നത്. അതായത് y ഒരു സൈഡിലും കിടക്കും, എക്സിൻ്റെ ആൾക്കാരെല്ലാം കൂടെ എന്ത് ചെയ്യും, ഒരു സൈഡിലും കിടക്കും അല്ലയോ. y ഈസ് ഈക്വൽ ടു, ഫോർ എക്സാമ്പിൾ y ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് സൈൻ എക്സ് ഇങ്ങനെ കിടക്കുകയാണെന്ന് വിചാരിക്കുക. സോ നമ്മൾ എന്ത് കണ്ടുപിടിക്കും, y ഒരു സൈഡിലും എക്സിൻ്റെ ആൾക്കാരെല്ലാം ഒരു സൈഡിലും നമുക്ക് എന്ത് ചെയ്യാം, dy/dx കണ്ടുപിടിക്കാം അല്ലയോ. dy/dx 2x പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഇങ്ങനെ കണ്ടുപിടിക്കാം അല്ലയോ, ഇങ്ങനെ കണ്ടുപിടിക്കാമായിരുന്നു. അപ്പം പക്ഷേ ഈ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്താ, ഇവിടെ എക്സും വൈയും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുമല്ല, എന്ത് ചെയ്യുക, ഒരുമിച്ച് കിടക്കും അല്ലയോ. അതായത് y ഈസ് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ കിടക്കുമല്ല, എക്സും വൈയും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പൈൻ ചെയ്ത് കിടക്കും അല്ലയോ. ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സും വൈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുണ്ട്. ഈ ക്വസ്റ്റിനെ നോക്കുകയാണെങ്കിൽ എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് വൈ. ലെഫ്റ്റിലും റൈറ്റിലും എന്തുണ്ട്, എക്സും ഉണ്ട് വൈയും ഉണ്ട്. അതുപോലെ ഒരു എക്സും വൈയും എന്ത് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ പറയുന്നത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അതായത് വൈ ഒരു സൈഡിൽ എക്സ് എല്ലാം കൂടി ഒരു സൈഡിലും അല്ല കിടക്കുന്നത്, എക്സും വൈയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മിക്സ് ചെയ്താണ് കിടക്കുന്നത്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2x + 3y ഈസ് ഈക്വൽ ടു സൈൻ എക്സ് അല്ലേ, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 3y ഈസ് ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് y ഒരു സൈഡിൽ എക്സിനെ എല്ലാ ഒരു സൈഡിലും ആക്കാൻ വേണമെങ്കിൽ, പക്ഷേ അങ്ങനെ ആക്കിയൊന്നും വേണ്ട, അതിനെക്കാട്ടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പറയുന്ന കാര്യം അതേപോലെ അങ്ങ് ചെയ്താൽ മതി. സിമ്പിളാണ്, സിമ്പിൾ കാര്യമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിലോ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, എക്സും വൈയും സെപ്പറേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യത്തില്ല, എന്തായാലും പറ്റത്തുമില്ല. അതായത് y ഈസ് ഈക്വൽ ടു എക്സിൻ്റെ ആൾക്കാരെ മാത്രം റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയി എഴുതാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറ്റും, പക്ഷേ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യത്തില്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തുമില്ല. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാം. ഈസിയാണ്, സിമ്പിളാണ്. നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താ, 2x + 3y ഈസ് ഈക്വൽ ടു സൈൻ എക്സ് എന്നാണ് തന്നിരിക്കുന്നത് അല്ലയോ.
ഇങ്ങനെ വന്നേക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഡെറിവേറ്റ് ചെയ്യും. അതായത് ലെഫ്റ്റ് ഹാൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് 2x പ്ലസ് 3y, അതായത് ലെഫ്റ്റ് ഹാൻഡിനെ ഡെറിവേറ്റ് ചെയ്തു. അതേപോലെ എന്ത് ചെയ്യും, റൈറ്റ് ഹാൻഡിനെയും ഡെറിവേറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നായിരിക്കും മോസ്റ്റ് കോമൺ ആയിട്ടും ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ തന്നെ ഡെറിവേറ്റ് ചെയ്യാനായിരിക്കും. ഇനി എങ്ങാനും ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈയിലെങ്ങാനും ഡെറിവേറ്റ് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഇസഡിലെങ്ങാനും ഡെറിവേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് എഴുതുന്നതിന് പകരം ഡി വൈയോ ഡി ഇസഡോ ഒക്കെ അങ്ങനെ എഴുതുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ലെഫ്റ്റ് ഹാൻഡ് ഞാൻ ചെയ്തു, റൈറ്റ് ഹാൻഡ് ഞാൻ ചെയ്തു. ഇനി എനിക്കറിയാം വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഡെറിവേറ്റ് ചെയ്യുന്നില്ലയോ, അതായത് 2xന്റെ ഡെറിവേറ്റ് ആദ്യം എന്ത് ചെയ്യണം, 2xന്റെ ഡെറിവേറ്റ് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, 3y നമുക്ക് ഡെറിവേറ്റ് ചെയ്യാം. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് രണ്ട് ടേമിനെ ഡെറിവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യുന്നതുപോലെ ആലോചിച്ചാൽ മതി. ഡെറിവേറ്റീവ് ഓഫ് 2x പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 3y. ഓക്കെ ആണേ. ഓക്കെ, എപ്പോഴാ ഇതിൻ്റെ ഇടയ്ക്ക് പ്ലസ് ആണെങ്കിൽ. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയ്ക്ക് മൈനസ് ആണെങ്കിലോ, മൈനസ് അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് മൾട്ടിപ്ലൈ ആണെങ്കിലോ 2x ഇൻറ്റു 3y അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണ്ടെങ്കിലോ, അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും, പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കും അല്ലേ. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നടക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കും. അതെന്തായിരുന്നു പ്രോഡക്റ്റ് റൂൾ, യു ഇത് വി യു ആയിട്ട് എടുക്കുക, യു ഡാഷ് വി പ്ലസ് യു ഇൻറ്റു വി ഡാഷ്. ഓർമ്മയുണ്ടേ, ഓർമ്മയുണ്ട്, കൺഫ്യൂഷൻ ആക്കല്ലേ ഇതെല്ലാം കൂടെ. ഓക്കെ, കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, എന്നാലും പല കുട്ടികളും എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനത്തെ മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട്. ഓക്കെ, സോ എന്ത് ചെയ്യുക, ആദ്യമേ 2xനെ ഡെറിവേറ്റ് ചെയ്യാം. 2xനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2 കിട്ടും, പ്ലസ് 3y ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 3 കോൺസ്റ്റൻറ്റ്, 3യുടെ കൂടെ y കിടപ്പുണ്ട്, അതുകൊണ്ട് 3 അതേപോലെ ഇങ്ങനെ എഴുതും. വൈയുടെ ഡെറിവേറ്റീവ് എന്താ, y വിത്ത് റെസ്പെക്ട് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, dy ബൈ ഡി എക്സ് അല്ലേ ആണ്. ഇവിടെ ശരിക്കും എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡി എക്സ് ബൈ ഡി എക്സ്, ഡി എക്സ് ബൈ ഡി എക്സ് എന്താ 1. ഓക്കെ, അതുകൊണ്ട് സിംപ്ലി 2 ഇൻറ്റു 1 എന്നുള്ളതിനെ 2 എന്നങ്ങ് എഴുതി. ഓക്കെ, ഓക്കെ, സോ 3 ഇൻറ്റു dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡി വൈ ബൈ ഡി എക്സ് ഒരു സൈഡ് ചെയ്താം, നമുക്കതല്ലേ കണ്ടുപിടിക്കേണ്ടത് ആണ്. സോ ഡി വൈ ബൈ ഡി എക്സ് 3 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് 2. ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഓക്കെ, സോ അങ്ങനെ ആദ്യം നോക്കാം. നമുക്ക് രണ്ടാമത്തെ ആ ക്വസ്റ്റിനും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്ത് നോക്കാം. എന്താ വന്നേക്കുന്നത്, എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് വൈ. എന്ത് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റ് ചെയ്യുക. എന്താ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് പ്ലസ് വൈ. ഓക്കെ ആണേ. ഓക്കെ, അങ്ങനെ ആണ് ഏതാണ്ട് ഫസ്റ്റ് എന്ത് ചെയ്യും, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ, ഓക്കെ, പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ, അല്ലെങ്കിൽ അതെന്ത് തന്നെയാണ്, ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, ഇനി ഇതാ നോക്കിയാൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു വൈ എന്താ, നമുക്കറിയാം ഫംഗ്ഷൻ യു ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ എന്താ, യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ് അല്ലയോ. അതായത് ഡി എക്സ് ബൈ ഡി എക്സ് ഫസ്റ്റ് എന്താ, യു ഡാഷ് വി, യു ഡാഷ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലയോ. അതാണ്ട് എക്സ് വൈ ദ ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ഡാഷ് വൈ പ്ലസ് എക്സ് വൈ ഡാഷ്. ഓക്കെ, അപ്പോൾ എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലയോ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ, 1 ഇൻറ്റു വൈ, 1 ഇൻറ്റു വൈ പ്ലസ് എന്താ ഇനി എക്സ് ഇൻറ്റു വൈ ഡാഷ് അല്ലേ. വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ, ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ ആണേ. ഓക്കെ, പ്ലസ് എന്തുകൊണ്ട് ഇനി ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ ഉണ്ട്. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താടേ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ശരിക്കും പറഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് അറിയാമോ, 2x ഇൻറ്റു ഈ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്, അതായത് ഡി എക്സ് ബൈ ഡി എക്സ്. ഇങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട്. പക്ഷേ ഡി എക്സ് ബൈ ഡി എക്സ് എപ്പോഴും 1 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, അത് എഴുതാത്തതാണ്, 2x എന്ന് സിമ്പിളി പറയുന്നത്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ആ സ്ക്വയർ ഫംഗ്ഷനെ ഡെറിവേറ്റ് ചെയ്യണം. ആ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ശരിക്കും ഡെറിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ എക്സിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഡി എക്സ് ബൈ ഡി എക്സ് എന്തായി പോവും, 1 ആയി പോവും അല്ലേ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ് എന്ത് ചെയ്തേക്കുന്നത്, സ്ക്വയർ ചെയ്തേക്കുന്നത്. സോ അവിടെ ശരിക്കും എത്ര ഫംഗ്ഷൻ ഉണ്ട്, 2 ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ എക്സ് ക്യൂബ് എടുക്കുക, എക്സ് ക്യൂബ് എടുത്താലും എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ് എന്ത് ചെയ്തേക്കുന്നത്, ക്യൂബ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ക്യൂബ് ഫംഗ്ഷനും ഉണ്ട്, ആ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും ഉണ്ട്. ഓക്കെ ആണോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കണക്കുകളിലെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ഡി എക്സ് ബൈ ഡി എക്സ് എല്ലായിടത്തും ഉണ്ട് അല്ലേ. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചത് എന്താ,
1/x. ഇനി എന്തുണ്ട്, ഈ എക്സിൻ്റെ ഡെറിവേറ്റീവും ഉണ്ട് dx/dx. പക്ഷേ അത് 1 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, എഴുതത്തില്ല. സിംപ്ലി നമ്മൾ എന്ത് പറയും, 1/x എന്ന് പറയും. ഓക്കെ. പക്ഷേ ഇവിടെ എക്സിന് പകരം വയ്യ വന്നതെന്ന് വിചാരിക്കുക, അതായത് ലോഗ് വൈ. എൻ്റെ അടുത്ത് പറയുക വിത്ത് റെസ്പെക്ട് എക്സിൽ ഡെറിവേറ്റ് ചെയ്യാൻ. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ, 1/y. പക്ഷേ എന്ത് ചെയ്യണം, ആ വയ്യേയും കൂടെ എന്ത് ചെയ്യണം, ഇനി ഡെറിവേറ്റ് ചെയ്യണം. ഇൻറ്റു എന്തുകൊണ്ടെന്നേരം ഒരു dy/dx ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ. ഇവിടെ എക്സ് ആയതുകൊണ്ട് dx/dx 1 ആയിപ്പോയി, അതുകൊണ്ടാണ് അത് എഴുതാത്തത്. പക്ഷേ ഇവിടെ വൈ ആ വന്നെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പായിട്ടും dy/dx എഴുതിയേ പറ്റത്തുള്ളൂ. ഓക്കെ ആണേ? ഓക്കെ. അങ്ങനെ ലോഗ് ഇസഡ് വന്നാലോ, ലോഗ് ഇസഡ് വന്നാൽ 1/z ഇൻറ്റു dz/dx. ഓക്കെ. അപ്പോൾ അത് ക്ലിയർ ആയ ആ കാര്യം ക്ലിയറായി. ഓക്കെ, ക്ലിയറായി. അങ്ങനെ ഇതാ നോക്കിയേ, ഇവിടെ നമുക്ക് എന്താ വന്നിരിക്കുന്നത്, y². y² ഡെറിവേറ്റീവ് എന്താ, 2y ഇൻറ്റു ഇവിടെ y ആണ് വന്നിരിക്കുന്നത്. സോ എന്തും കൂടെ എഴുതണം, dy/dx വിച്ച് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് tan x. tan x ഡെറിവേറ്റീവ് എന്താ, sec² പ്ലസ് dy/dx. ഇനി സിമ്പിളാണ്, നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതുപോലെ dy/dx ഉള്ള ആൾക്കാരെല്ലാം കൂടെ ലെഫ്റ്റ് കൊണ്ടുവരിക, ബാക്കിയുള്ളവന്മാരെല്ലാം കൂടെ റൈറ്റ് കൊണ്ടുപോവുക. സിമ്പിൾ അല്ലേ? സിമ്പിൾ. എങ്ങനെ ചെയ്യാം, ഇതാണ്ടേ x ഇൻറ്റു dy/dx പ്ലസ് 2y ഇൻറ്റു dy/dx. ഇവിടെ ഒരു dy/dx ഉണ്ട്, അവനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. സോ മൈനസ് dy/dx വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു y അടപ്പുണ്ടായിരുന്നു, y അപ്പുറത്തോട്ട് കൊണ്ടുവരാം. ഇവിടെ ആൾറെഡി എന്തുകൊണ്ട് ഒരു sec² ഉണ്ട്. ഈ y എന്ത് ചെയ്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോയി. 1 × y എന്താണ്, y തന്നെ. സോ മൈനസ് y. ഇനി എന്ത് ചെയ്യാം, നമുക്ക് dy/dx എല്ലാം എന്ത് ചെയ്യാം, കോമൺ എടുക്കാം. dy/dx കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരുണ്ട്, ഇവിടെ ഒരു x ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 2y ഉണ്ട്, ഇവിടെ ഒരു -1 ഉണ്ട്. -1 ഈസ് ഈക്വൽ ടു sec² മൈനസ് y. അങ്ങനെ ആയതാ പറ, dy/dx ഈസ് ഈക്വൽ ടു dy/dx ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, നാട്ടെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുമല്ലോ, അതിനെ എന്ത് ചെയ്യുക, അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. സോ എന്താ, sec² മൈനസ് y ഡിവൈഡഡ് ബൈ x പ്ലസ് 2y മൈനസ് 1. സിമ്പിളായിട്ട് ആൻസർ കിട്ടിയില്ലയോ? ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ ഫംഗ്ഷൻ കിടക്കുക, എക്സും വൈയും ഒക്കെ ഒരിടത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ എന്തുണ്ട്, എക്സും വൈയും ഒക്കെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അങ്ങ് ഡെറിവേറ്റ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡ് അങ്ങ് ഡെറിവേറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താ, എക്സ് വൈയെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ എക്സ് വൈ എന്ന് പറയുന്നത് എക്സും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. അതെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ. പിന്നെ അതേപോലെ y² വരിക. y² എന്ന് പറയുമ്പോൾ 2y ഇൻറ്റു എന്തുകൊണ്ട്, dy/dx ഉണ്ട്. ഓക്കെ. സോ അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളായപ്പം ആ ഒരു സെക്ഷൻ കഴിഞ്ഞ്. വേണമെങ്കിൽ ഒരു ക്വസ്റ്റിനും കൂടെ ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. നോക്കാം. sin² y പ്ലസ് cos xy ഈസ് ഈക്വൽ ടു k. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനും കൂടെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു സെക്ഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും റെഡിയാവും. ഓക്കെ. കാരണം ഇവിടെ നാണ്ടെന്ന് നോക്കിയേ, sin² y കിടപ്പുണ്ട്. അതപ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ള രീതി കിടപ്പുണ്ട്. സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ സ്ക്വയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ കോസ് ഓഫ് എക്സ് വൈക്കകത്ത് ആ എക്സും വൈ എന്ത് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട്. സോ അവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ആ കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, അതായത് ചെയിൻ റൂളും പ്രോഡക്റ്റ് റൂളും ഒക്കെ അപ്ലൈ ചെയ്യുന്ന എന്താണ് ഒരു ക്വസ്റ്റൻ ആയത്. നമുക്ക് ചെയ്യാൻ എന്താണെന്ന് നോക്കിയാൽ, sin²y. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇതിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്ത് കിടക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത്, ലെഫ്റ്റ് ഹാൻഡും ഡെറിവേറ്റ് ചെയ്യും, റൈറ്റ് ഹാൻഡും എന്ത് ചെയ്യും, ഡെറിവേറ്റ് ചെയ്യും. എക്സും വൈയും സെപ്പറേറ്റ് ചെയ്യാൻ നോക്കുമോ, നോക്കരുത്. ഓക്കെ. സോ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റ് ചെയ്യുക, അതായത് d/dx ഓഫ് sin² y പ്ലസ് കോസ് xy ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് k. എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റാണ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്താ, 0. സോ ഇതെന്തായിരിക്കും, 0. ഓക്കെ. ഡെറിവേറ്റീവ് ഓഫ് sin²y. അപ്പോൾ sin²y ഡെറിവേറ്റ് ചെയ്യണം. sin²y ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതാ നോക്കി. ആദ്യമേ നമ്മൾ sin²y ഡെറിവേറ്റ് ചെയ്യുമ്പോൾ sin²y ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്കറിയാം sin y ആയിരുന്നെങ്കിൽ നമുക്കറിയാമായിരുന്നു, നമുക്ക് ഡെറിവേറ്റ് ചെയ്യാൻ സൈൻ്റെ ഡെറിവേറ്റീവ് കോസാണ്. പക്ഷേ sin സ്ക്വയറാണ്. അപ്പോൾ എന്ത് ചെയ്യും, സ്ക്വയർ എന്ന് പറയുന്ന ആ ഫംഗ്ഷനെ ഡെറിവേറ്റ് ചെയ്യണം. സോ സ്ക്വയർ ഫംഗ്ഷൻ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, x² ഡെറിവേറ്റ് ചെയ്യുക 2x അല്ലേ. ഇവിടെ sin² ഡെറിവേറ്റ് ചെയ്താൽ 2 sin y. ഇനി നമുക്കറിയാം ഫംഗ്ഷൻ എന്തായിരുന്നു, സൈൻ ആയിരുന്നു. അപ്പോൾ സൈനിനെ എന്ത് ചെയ്യണം, ഇനി ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ ആ സ്ക്വയർ ഫംഗ്ഷനെ ഡെറിവേറ്റ് ചെയ്ത സാധനമേ എഴുതിയിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യണം, സൈനിനെ ഡെറിവേറ്റ് ചെയ്യണം. സൈനിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ് y. ഇനി എന്ത് ചെയ്യണം, ഈ y ഡെറിവേറ്റ് ചെയ്യണം. y ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും, dy/dx. ഓക്കെ ആണോ? ഓക്കെ. പ്ലസ് ഇനി ആരെ ഡെറിവേറ്റ് ചെയ്യണം, ഡെറിവേറ്റീവ് ഓഫ് കോസ് xy. ഡെറിവേറ്റീവ് ഓഫ്
കോസ് എക്സ് വൈ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഇൻറ്റു വൈ. ഓക്കെ ഓക്കെ. സോ ഇവിടെ എന്ത് കിട്ടും? 2 സൈൻ തീറ്റ കോസ് തീറ്റ ഇല്ലയോ? അതിന് എനിക്ക് സൈൻ 2 തീറ്റ എന്ന് എഴുതി കൂടെ? 2 സൈൻ വൈ കോസ് വൈ ഇല്ലയോ? നമ്മളത് അറിയാവുന്നേ. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 2 തീറ്റ. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ ആണോ? സൈൻ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇനി പ്ലസ് എന്തുകൊണ്ട്? ഡെറിവേറ്റീവ് ഈക്വൽ ടു എന്താ? 0. സോ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് വൈ. അപ്പോൾ ഇനി കോസ് എക്സ് വൈയെ നമ്മൾ എന്ത് ചെയ്യണം? ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം? കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈനാ. സോ മൈനസ് സൈൻ എക്സ് വൈ എന്ന് കിട്ടും. ഇനി നമുക്കറിയാം അകത്ത് കിടന്ന ഫംഗ്ഷൻ എന്താ? എക്സ് വൈ ആ അല്ലയോ? വെറുതെ എക്സോ എക്സ് സ്ക്വയറോ വൈയോ അങ്ങനെയൊന്നും അല്ല കിടന്നത്. അകത്ത് കിടന്ന ഫംഗ്ഷൻ എന്താ? എക്സ് വൈ ആ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? എക്സ് വൈയുടെ ഡെറിവേറ്റീവും കൂടെ നമ്മൾ എടുക്കണം. എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവും കൂടെ നമ്മൾ എടുക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? 0. സോ ഞാൻ എന്ത് ചെയ്യുക? പ്ലസ് ടൈമിന് വിടുന്നു, ആ മൈനസ് ടൈമിന് ഞാൻ അങ്ങ് അപ്പുറത്തോട്ട് കൊണ്ടുപോവുക എഴുതാനുള്ള എളുപ്പത്തിന്. അപ്പോൾ എന്ത് ചെയ്യും? ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു സൈൻ 2y ഈസ് ഈക്വൽ ടു മൈനസ് ഇല്ല, അപ്പുറത്തോട്ട് പോയപ്പോൾ അതെന്തായി? പ്ലസ് ആയി. സൈൻ എക്സ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ. എക്സ് വൈയുടെ ഡെറിവേറ്റീവ് ചെയ്യണം. എന്താ? നമ്മൾ കുറേ ചെയ്തതാ. എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ അല്ലേ? എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? യു ഡാഷ് വി ഇല്ലേ? യു ഡാഷ് ഇനി ഞാൻ എഴുതുന്നില്ല. യു ഡാഷ് എന്ന് പറയുമ്പോൾ എക്സ് ഡാഷ് അത് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. സോ യു ഡാഷ് വി പ്ലസ് യു ഇൻറ്റു വി ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ ആണോ? ഓക്കെ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ഈ സൈൻ എക്സ് വൈ എനിക്ക് എന്ത് ചെയ്യാം? ഞാൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സൈൻ എക്സ് വൈ. എന്നിട്ട് ആ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ടേമുകളെല്ലാം ഞാൻ എന്ത് ചെയ്യാൻ പോവുക? ഒരുമിച്ചാക്കാൻ നോക്കുക. ഓക്കെ ഓക്കെ. സോ അതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു സൈൻ 2y ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു സൈൻ എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് വൈ ഇൻറ്റു അല്ലേ? എക്സ് ഇൻറ്റു സൈൻ എക്സ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്കടുത്തത് ഡി വൈ ബൈ ഡി എക്സ് ഉള്ളതെല്ലാം ഒരുമിച്ച് എഴുതാം അല്ലയോ? സോ ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു സൈൻ 2y ഉണ്ടായിരുന്നു, മൈനസ് ഇവിടുത്തെ ആ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ടേമിങ് എപ്പുറത്തോട്ട് വരും. അതായത് എന്താ? മൈനസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ലെഫ്റ്റ് ഹാൻഡിൽ ഇത്. റൈറ്റ് ഹാൻഡിൽ ആരുണ്ട്? റൈറ്റ് ഹാൻഡിൽ ആൾറെഡി ഒരു വൈ ഇൻറ്റു സൈൻ എക്സ് വൈ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് എന്താ ആരുണ്ട്? ഇനി ആരുമില്ല. ഓക്കെ, വൈ ഇൻറ്റു സൈൻ എക്സ് വൈ ഉണ്ടായിരുന്നു റൈറ്റ് ഹാൻഡിൽ. ഓക്കെ, ബാക്കി എല്ലാവരെയും ഇപ്പുറത്ത് കൊണ്ടുവന്നു. ഇനി നമുക്കറിയാം ഈ രണ്ട് ടൈമിൽ എന്തുകൊണ്ട്? ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് നോക്കുക, ലെഫ്റ്റ് ഹാൻഡിൽ എന്തുകൊണ്ട്? ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. സോ ഡി വൈ ബൈ ഡി എക്സ് എന്ത് ചെയ്യും? ലെഫ്റ്റ് ഹാൻഡിലേക്കും കോമൺ എടുക്കും. ബാക്കി ആരുണ്ട്? ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തുകൊണ്ട്? സൈൻ 2y. ഓക്കെ, സൈൻ 2y മൈനസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് വൈ. ഇത്ര ആൾക്കാർ അവിടെ ഉണ്ട്. ഈസ് ഈക്വൽ ടു എന്താ? വൈ സൈൻ എക്സ് വൈ. ഓക്കെ ആണോ? ഓക്കെ. സോ ഇനി എന്ത് ചെയ്യാം? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ ഇനി എളുപ്പമാണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ഡി വൈ ബൈ ഡി എക്സിനെ ഒരു സൈഡ് എഴുതാം, ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യാം? റൈറ്റ് ഹാൻഡിലോട്ട് കൊണ്ടുപോകും. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു അവിടെ ആരുണ്ടായിരുന്നു? വൈ ഇൻറ്റു സൈൻ എക്സ് വൈ ഉണ്ടായിരുന്നു. ഡിവൈഡഡ് ബൈ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കിടന്നാൽ റൈറ്റ് ഹാൻഡിലോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. ഡിവൈഡഡ് ബൈ സൈൻ 2y മൈനസ് എക്സ് സൈൻ എക്സ് വൈ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം? ഡി വൈ ബൈ ഡി എക്സ് കാണിക്കാം. ഓക്കെ, സോ ഇതൊരു ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റിനാണ്, നല്ലൊരു ക്വസ്റ്റിനാണ്. ശരിക്കും ഈ ക്വസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ എല്ലാ കോൺസെപ്റ്റും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കോൺസെപ്റ്റും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാൻ നിങ്ങൾ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. സോ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കോ, ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഇവിടെ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ് വന്നേക്കുന്നത് അല്ലേ? ഇൻവേഴ്സ് ഫംഗ്ഷൻസിൻ്റെ എല്ലാം ഡെറിവേറ്റീവ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആൾറെഡി നമ്മളൊന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ട്, കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പഠിച്ച്, ടാൻ ഇൻവേഴ്സിൻ്റെയും കോട്ട് ഇൻവേഴ്സിൻ്റെയും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഫസ്റ്റ് ക്ലാസ് നമ്മൾ തുടങ്ങിയ സമയത്ത് കുറച്ച് ആൾക്കാരെ പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് പഠിച്ചു വെച്ചേക്കേണ്ടത് ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യം. ഓക്കെ, ഇവിടെ ഇൻവേഴ്സ് ഫംഗ്ഷനാണ് വന്നേക്കുന്നത്. ഇനി ഇതാ നോക്കിയാൽ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. എന്താ? 12ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വൈ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്
1 മൈനസ് എച്ച് സ്ക്വയർ ബൈ 1 പ്ലസ് എച്ച് സ്ക്വയർ. ഓക്കെ, സോ 12ാമത്തെ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം, എന്നിട്ട് 12ിലോട്ട് പോകും. ഓക്കെ, അതാണ് ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 മൈനസ് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എച്ച് സ്ക്വയർ. ഓക്കെ, 12ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ 11 പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാം, 13ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാം. ഓക്കെ, 12 നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യണം, തനിയെ ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ ഓക്കെ, സോ y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എച്ച് സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 1 മൈനസ് എച്ച് സ്ക്വയർ ബൈ 1 പ്ലസ് എച്ച് സ്ക്വയർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ട്രിഗണോമെട്രി, ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിച്ച സമയത്ത് കൃത്യമായിട്ട് ഞാൻ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് പഠിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഞാൻ ഇതേപോലെ വൺ ഷോട്ട് വീഡിയോയ്ക്കകത്ത്, അതായത് ഈ ലെക്ചർ മൊത്തം പറയുന്ന ഒരു വീഡിയോയ്ക്കകത്ത് സ്നാപ്ഷോട്ട് വീഡിയോ നമുക്ക് ഇൻവേഴ്സിനും ഉണ്ട്. ആ ഇൻവേഴ്സിൻ്റെ വീഡിയോയ്ക്കകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻസാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ. ഓക്കെ ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യും. നോക്കിക്കോ, എളുപ്പമാണ്. കോസ് ഇൻവേഴ്സ് ഓഫ് ഇങ്ങനെ ഒരു സാധനം വന്നേക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ടൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പറ്റും. നമുക്കറിയാം 1 മൈനസ് എച്ച് സ്ക്വയർ ബൈ 1 പ്ലസ് എച്ച് സ്ക്വയർ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എക്സിന് എന്താ കൊടുക്കുന്നത്, എച്ച് ഈക്വൽ ടു ടാൻ തീറ്റ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എച്ച് ഈക്വൽ ടു എന്ത് കൊടുക്കും, ടാൻ തീറ്റ കൊടുക്കുക. എങ്ങനെ വന്നാൽ 1 മൈനസ് എച്ച് സ്ക്വയർ ബൈ 1 പ്ലസ് എച്ച് സ്ക്വയർ എന്ന് വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ ഓക്കെ, സോ എക്സിന് ടാൻ തീറ്റ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതെന്താവും, 1 മൈനസ് എച്ച് സ്ക്വയർ ബൈ 1 പ്ലസ് എച്ച് സ്ക്വയർ എന്ന് പറയുന്ന സാധനം എന്താവും 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇല്ലയോ. എക്സിന് പകരം എന്ത് വന്നു, ടാൻ തീറ്റ വന്നു. എക്സിന് പകരം ടാൻ തീറ്റ കൊടുത്തു. അപ്പോൾ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ, കോസ് 2 തീറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താ സാധനം, കോസ് 2 തീറ്റ. ഓക്കെ ആണോ? അപ്പോൾ ഈ സാധനം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലും പഠിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സോ ആ സാധനം നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നത് കണ്ടോ. ഓക്കെ, സോ എന്ത് വന്നു, കോസ് 2 തീറ്റ വന്നു. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് എച്ച് സ്ക്വയർ ബൈ 1 പ്ലസ് എച്ച് സ്ക്വയറിനെ എനിക്ക് എന്ത് വിളിക്കാം, y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എച്ച് സ്ക്വയർ ബൈ 1 പ്ലസ് എച്ച് സ്ക്വയറിനെ നമുക്ക് എന്ത് വിളിക്കാം, നമുക്ക് കോസ് 2 തീറ്റ എന്ന് വിളിക്കാം അല്ലയോ. 1 മൈനസ് എച്ച് സ്ക്വയർ ബൈ 1 പ്ലസ് എച്ച് സ്ക്വയറിനെ കോസ് 2 തീറ്റ എന്ന് വിളിക്കാം. കോസ് 2 തീറ്റ എന്ന് വിളിക്കാം. വിച്ച് ഇംപ്ലൈസ് y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, കോസ് ഇൻവേഴ്സും കോസും പോകും, എന്ത് കിട്ടും, y ഈസ് ഈക്വൽ ടു 2 തീറ്റ എന്ന് കിട്ടും. അതായത് 2 ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം എക്സിനാണ് നമ്മൾ എന്ത് കൊടുത്തത്, ടാൻ തീറ്റ എന്ന് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു എന്തുവാ, തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. തീറ്റ ഈസ് ഈക്വൽ ടു എന്താ, ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, സോ 2 ഇൻറ്റു തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ടാൻ ഇൻവേഴ്സ് എക്സ് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ dy ബൈ dx കണ്ടുപിടിക്കാം. dy ബൈ dx ഈസ് ഈക്വൽ ടു അല്ലയോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെന്ത് കിട്ടി, y ഈസ് ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി അല്ലയോ. y ഈസ് ഈക്വൽ ടു എന്താ, 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. സോ dy ബൈ dx കണ്ടുപിടിക്കാം. dy ബൈ dx എടുക്കുമ്പോൾ എന്താ, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യാൻ പോവുക, ഡെറിവേറ്റ് ചെയ്യാൻ പോവുക. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, dy ബൈ dx. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റ് ചെയ്യുക. ഇവിടെ 2 കോൺസ്റ്റന്റ് അതിനെ അതേപോലെ എഴുതി. 2ൻ്റെ കൂടെ ആരോടൊപ്പം ഉണ്ടായിരുന്നു, ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ശരിക്കും ഇനി എന്ത് ചെയ്താൽ മതി, ടാൻ ഇൻവേഴ്സ് എക്സിനെ ഡെറിവേറ്റ് ചെയ്യുക. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1 ബൈ 1 പ്ലസ് എച്ച് സ്ക്വയർ. സോ ആൻസർ എന്താ, dy ബൈ dx എന്താ, dy ബൈ dx ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, dy ബൈ dx ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എച്ച് സ്ക്വയർ. ഈസി അല്ലയോ ചെയ്യാൻ, ഈസിയായി ചെയ്യാൻ. ഒറ്റ കാര്യമുള്ള എന്താ, സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എച്ച് സ്ക്വയർ ബൈ 1 പ്ലസ് എച്ച് സ്ക്വയർ എന്ന് കാണുക. എക്സിന് എന്ത് കൊടുക്കുക, ടാൻ തീറ്റ. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷനാണ്. എക്സിന് എന്ത് കൊടുക്കുക, ടാൻ തീറ്റ. സോ എക്സിന് ടാൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ആ സാധനം എന്താ, കോസ് 2 തീറ്റയുടെ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ അതിന് ഡയറക്റ്റ് കോസ് 2 തീറ്റ എന്ന് കൊടുത്താൽ മതി. കോസ് ഇൻവേഴ്സും കോസും പോവും, 2 തീറ്റ എന്ന് കിട്ടും. y ഈസ് ഈക്വൽ ടു ഇനി എന്ത് ചെയ്യുക, തീറ്റയ്ക്ക് തിരിച്ച് കൊടുക്കുക, ടാൻ ഇൻവേഴ്സ് എക്സ് എന്നാക്കുക. സോ സോൾവ് ചെയ്യുക. ഓക്കെ ആണേ, ഈസി ആണേ, ഈസി. അങ്ങനെ ആയതാന്ന് നോക്കിയാൽ 13ാമത്തെ ക്വസ്റ്റനിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ 13 കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, കോസ് ഇൻവേഴ്സ് ഓഫ് y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 പ്ലസ് എച്ച് സ്ക്വയർ അല്ലേ. 2x ബൈ 1 പ്ലസ് എച്ച് സ്ക്വയർ. സോ കോസ് ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 പ്ലസ് എച്ച് സ്ക്വയർ. ഓക്കെ,
സോ dy/dx കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇൻവേഴ്സ് ഫംഗ്ഷൻ വന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് കുറേ ടേമുകളൊക്കെ കിടപ്പുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും. ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും? ഞാൻ പറഞ്ഞല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ ഓരോ സാധനങ്ങളും വരുമ്പോൾ ഏതൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻസാണ് കൊടുക്കേണ്ടതെന്നും അതിൻ്റെ റിസൾട്ടുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ സ്നാപ്ഷോട്ട് വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ ഒരു റിവിഷൻ ലെക്ചർ എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇതേ സംഭവങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക? ആ വീഡിയോസ് ഒന്ന് കണ്ടുവെക്കുക. ഇവിടെ എന്തായാലും ഞാൻ ജസ്റ്റ് പറയാം. എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് എന്താ? ഇങ്ങനെ ഇക്വേഷൻ വരുമോ? 1 - x² / 1 + x² വന്നപ്പോൾ എന്തായാലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് tan θ എന്ന് കൊടുത്തു അല്ലേ? tan θ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും 1 - tan² θ / 1 + tan² θ cos 2θ എന്ന് കിട്ടും. ഇവിടെ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് കൊടുക്കേണ്ടത്? x = tan θ. ഓക്കെ, അപ്പോൾ x = tan θ എന്ന് പറയുമ്പം 2x / 1 + x² എന്താവും? 2 tan θ ഡിവൈഡഡ് ബൈ 1 + tan² θ എന്നാവും. ഓക്കെ, ഈ സാധനം എന്താ? sin 2θ. ഇതെന്താണ്? sin 2θ. ഓക്കെ, 2 tan θ / 1 + tan² θ എന്താ? sin 2θ. പഠിച്ചു വെച്ചേക്കുക. ഓക്കെ ഓക്കെ, സോ അത് sin 2θ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം y = cos inverse of sin 2θ. ഓക്കെ, അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? കോസ് ഇൻവേഴ്സും കോസും കൂടെ എന്ത് ചെയ്യാം? ക്യാൻസൽ ആക്കിയിട്ട് 2θ എന്ന് എഴുതാം. പക്ഷേ ഇവിടെ എന്താ? കോസ് ഇൻവേഴ്സ് ഓഫ് സൈൻ 2θ എന്ന് നടക്കുന്നത്. അപ്പോൾ സൈനിനെ നമുക്ക് എന്തോ ആക്കണം? കോസ് ആക്കണം. സൈനിനെ കോസ് ആക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഈസിയാണ് സൈനിനെ കോസ് ആക്കാൻ. നമുക്കറിയാം കോസ് ഓഫ് 90 - θ, അതായത് π/2 - θ ആണെന്തോന്ന്? സൈൻ θ എന്ന് പറയുന്നത്. ഓക്കെ, കോസ് ഓഫ് π/2 - θ ആണെന്തോന്ന്? സൈൻ θ. സോ കോസ് ഓഫ് π/2 - 2θ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈൻ 2θ ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്ത് വരുന്നു അവിടെ അത് തന്നെ ഇവിടെയും വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, കോസ് ഓഫ് π/2 - 2θ ആണെങ്കിൽ അപ്പോൾ എന്ത് വരും? സൈൻ 2θ എന്ന് വരും. ഓക്കെ ആണേ? ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന റിസൾട്ട് കോസ് ഓഫ് π/2 - θ എന്താ? സൈൻ θ. ഇവിടെ തീറ്റയ്ക്ക് പകരം 2θ വന്നത്, അതുകൊണ്ട് ഇവിടെ എന്ത് തന്നെ വരും? 2θ വരും, അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ π/2 - ഒരു 50 എന്നാണ് വന്നത്, അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും? സൈൻ 50 എന്ന് വരും. അത്ര ഓക്കെ ഓക്കെ. ഇനി ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് എന്നാണ് വന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് എന്നാണ് വന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, കോസ് ഒരു ഇസഡോ ചുമ്മാ ഒരു പേര് കൊടുക്കുക, കോസ് ഇസഡ് എന്ന് കാണാൻ വന്നേക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കോസിനെ എന്ത് ചെയ്യും? കോസിനെ എന്ത് ചെയ്യണം? സൈൻ ആക്കണം. എങ്ങനെ ആക്കും? നമുക്കറിയാം സൈൻ π/2 - θ എന്താ? കോസ് θ ഇല്ലയോ? ഇവിടെ തീറ്റയ്ക്ക് വരാൻ വന്നിരിക്കുന്നത് ഇസഡാ. സോ സൈൻ π/2 - ഇസഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോസ് ഇസഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കോസിനെ സൈൻ ആക്കണമെങ്കിൽ കോസ് ഇസഡിന് വരെ എന്ത് എഴുതിയാൽ മതി? സൈൻ ഓഫ് π/2 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ സൈൻ ഇൻവേഴ്സും സൈനും കൂടെ എന്ത് ചെയ്യും? അങ്ങ് ക്യാൻസൽ ആയി പോയിക്കോളും. ഓക്കെ ആണോ? അപ്പോൾ ഉപയോഗിക്കേണ്ട ഐഡിയ എന്തുവാ? കോസ് ഇൻവേഴ്സ് ഓഫ് സൈൻ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സൈൻ എന്താക്കണം? കോസ് ആക്കണം. ഉപയോഗിക്കേണ്ട ഐഡിയ എന്തുവാ? സൈൻ 2θ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഓഫ് π/2 - 2θ. ഓക്കെ, ഇനി തിരിച്ചാ വരുന്നത് ഈ രീതിയിലാണ് വരുന്നെങ്കിൽ ഈ കോസിനെ എന്താക്കണം? സൈൻ ആക്കണം. എന്ത് ചെയ്യാം? കോസ് സെഡിന് വരെ എന്ത് ചെയ്താൽ മതി? സൈൻ ഓഫ് π/2 - എന്ന് എഴുതാം. ഓക്കെ ആണേ? ഓക്കെ, ഇത് ട്രിഗണോമെട്രിയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മൾ ആ ഐഡിയ ഇവിടെ അങ്ങ് യൂസ് ചെയ്യാൻ പോവാം. ഓക്കെ ഓക്കെ ഓക്കെ, സോ y = എന്ത് വന്നു? കോസ് ഇൻവേഴ്സ് ഓഫ് സൈൻ 2θ. കോസ് ഓഫ് π/2 - 2θ സൈൻ 2θ. അതായത് സൈൻ 2θയ്ക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? കോസ് ഓഫ് π/2 - 2θ. ഓക്കെ ആണോ? ഓക്കെ, ഇനി ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ്ട് നോക്കിയേ, കോസ് ഓഫ് π/2 + θ വരിക എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലും ഇതെന്ത് തന്നെയാണ്? സൈൻ θ തന്നെയല്ലേ? അതായത് π/2 പ്ലസ് ഇവിടെ 2θ ആണെങ്കിൽ ഇതെന്ത് വരും? സൈൻ 2θ വരും. ഇങ്ങനെയും ശരിയല്ലേ? അപ്പോൾ എനിക്ക് വേണമെങ്കിൽ കോസ് ഓഫ് π/2 + θ എന്നും കൊടുത്തൂടെ? പക്ഷേ ഒരിക്കലും എന്ത് ചെയ്യരുത്? അങ്ങനെ കൊടുക്കരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോബ്ലത്തിൽ കുഴപ്പമില്ല, വേറൊരു പ്രോബ്ലത്തിലാണ് നിങ്ങൾ ഇത് കൊടുക്കുന്നതെങ്കിൽ അത് എന്താവാൻ സാധ്യതയുണ്ട്? ഇഷ്യൂ ആവാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ തൊട്ട് മുന്നേ കണ്ട പ്രോബ്ലത്തിലാണ് അത് ഇങ്ങനെ π/2+ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നെങ്കിൽ അവിടെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് തെറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വറിയാവണ്ട. നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ആലോചിച്ചാൽ മതി. എന്ത് കൊടുത്താൽ മതി? കോസ് 90 - θ ആണെന്ന് തോന്നുന്നു സൈൻ θ. ഇനി മറ്റേതാ വരുന്നെങ്കിൽ സൈൻ 90 - θ ആണെന്ന് തോന്നുന്നു കോസ് θ. സോ π/2 മൈനസ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം എന്ത് ചെയ്താൽ നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ആംഗിൾ എടുക്കുമ്പം
നമുക്കറിയാം ഈ കോസ് ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ റേഞ്ച് എവിടെ തൊട്ട് അവിടെ വരെ 0 to π. പക്ഷേ സൈൻ ഇൻവേഴ്സിൻ്റെ എവിടെ -π/2 to +π/2 വരെയുള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ആൾക്കാരായിരിക്കും കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരുന്നത്, എടുക്കേണ്ടി വരുന്നത് അല്ലേ. π/2 + θ എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ പോകും. അത് സൈൻ ഇൻവേഴ്സിൻ്റെ എന്തായിട്ട് വരത്തില്ല, റേഞ്ച് ആയിട്ടൊന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങൾ ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, π/2 മൈനസ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, 90 മൈനസ്. ഓക്കെ ഓക്കെ. സോ കോസ് ഇൻവേഴ്സ് ഓഫ് ഞാൻ അതും കൂടെ ഒന്ന് എഴുതി വെച്ചേക്കാം. നിങ്ങൾ ഇതാണ്ട് cos 2θ ആണ് മാറ്റേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, cos 2θ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, സൈൻ ഓഫ് π/2 മൈനസ് 2θ. ഓക്കെ, ഇവിടെ 2θ ആണെങ്കിൽ 2θ, ഇവിടെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആൾക്കാരെ എന്ത് ചെയ്യുക, ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യും. അതിനെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ഓക്കെ. ഇനി എന്ത് ചെയ്യാം, കോസ് ഇൻവേഴ്സും കോസ് എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോവും. y = എന്തെന്ന് കിട്ടും, π/2 മൈനസ് 2θ എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു π/2 മൈനസ് 2 ഇൻറ്റു തീറ്റ എന്താ നമുക്ക് അറിയാം. തീറ്റയ്ക്ക് നമ്മൾ കൊടുത്തത് എന്താ, ടാൻ എക്സിന് നമ്മൾ കൊടുത്തത് എന്താ, ടാൻ തീറ്റ, അല്ലെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ, ടാൻ ഇൻവേഴ്സ് എക്സ്. സോ 2 ഇൻറ്റു തീറ്റയ്ക്ക് വരെ നമുക്ക് എന്ത് എഴുതാം, ടാൻ ഇൻവേഴ്സ് എക്സ്. dy/dx കണ്ടുപിടിക്കാം. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റ് ചെയ്തു, dy/dx. റൈറ്റ് ഹാൻഡ് ചെയ്യുമ്പോൾ π/2ൻ്റെ ഡെറിവേറ്റീവ്, π/2 ഒരു കോൺസ്റ്റൻ്റ് കൂടെ ആരുമില്ല, കോൺസ്റ്റൻ്റ് മാത്രം നിൽക്കുക. സോ ഡെറിവേറ്റീവ് എന്തായി പോയി, 0 ആയിപ്പോയി. ഇനി മൈനസ് 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 + x². സോ dy/dx ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, -2 / 1 + x² എന്ന് കിട്ടി. ഈസി അല്ലയോ, ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റി. സോ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുക, ഈ രണ്ടാൾക്കാരെ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. അത് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, സെയിം മെത്തേഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 13ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. y = കോസ് ഇൻവേഴ്സ് നമുക്കറിയാം 2x/1 + x² നടക്കുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ, കണ്ണും പൂട്ടി ചെയ്തോ, സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ, x = tan θ. അതേപോലെ 1 - x²/1 + x² എന്ന് പറഞ്ഞാൽ എക്സിന് എന്ത് തന്നെ കൊടുക്കുന്നത്, tan θ തന്നെ കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ ഇത് ചെയ്ത് വരുമ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് സൈൻ 2θ എന്ന് വരും. 13ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, കോസ് ഇൻവേഴ്സ് ഓഫ് സൈൻ 2θ എന്ന് വരും. ഓക്കെ, അപ്പോൾ സൈനിനെ എന്ത് ചെയ്യണം, കോസ് ആക്കി മാറ്റണം. നമ്മൾ എന്ത് ചെയ്യും, കോസ് ഇൻവേഴ്സ് ഓഫ് സൈനിനെ കോസ് ആക്കാൻ കോസ് ഓഫ് π/2 മൈനസ് 2θ എന്ന് എഴുതണം. ഓക്കെ, സോ കോസ് ഇൻവേഴ്സും കോസും പോകും, എന്താവും, π/2 മൈനസ് 2θ എന്ന് വിളി കിട്ടും. ഓക്കെ, പിന്നെ സാധാ ചെയ്തതുപോലെ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതാ നോക്കിയാൽ ഇവിടെ രണ്ട് ആൾക്കാരെയും കൂടെ പരിചയപ്പെടുത്തരാം. ഇത് നിങ്ങളുടെ ഇൻസൈറ്റിലുള്ളതാ, ചോദിക്കാൻ സാധ്യതയുള്ളതാ, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ചെയ്തതുപോലെ തന്നെ, പക്ഷേ അകത്ത് വന്നേക്കുന്ന ടേം എന്താ, 2x × 1 - x √1 - x². ഇങ്ങനെ വരുവാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് കൊടുക്കുക, ഒന്നുകിൽ നിങ്ങൾ എന്ത് കൊടുക്കുക, സൈൻ തീറ്റ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കുക, കോസ് തീറ്റ എന്ന് കൊടുക്കുക. രണ്ട് ചെയ്താലും ഒരേപോലെ ആൻസർ കിട്ടും. ഓക്കെ, സോ ഒന്നുകിൽ സൈൻ തീറ്റ കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് കൊടുക്കുക, കോസ് തീറ്റ കൊടുക്കുക. രണ്ട് ചെയ്താലും ആൻസർ വരും. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇത് നോക്കുക, ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്, ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ എന്ത് കൊടുക്കുക, ടാൻ തീറ്റ കൊടുക്കുക. എക്സിന് എന്ത് കൊടുക്കുക, ടാൻ തീറ്റ കൊടുക്കുക. ഇവിടെ എക്സിന് നിങ്ങൾ ഇത് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇത് ഇവിടെ എക്സിന് സൈൻ തീറ്റയോ കോസ് തീറ്റയോ കൊടുക്കുക. അപ്പോൾ ഈ മൊത്തം ടേം, ഈ അകത്ത് കിടക്കുന്ന ഇത്ര ആൾക്കാർ, ഇതാണ്ട് ഇത്ര ആൾക്കാർ എന്തായിട്ട് മാറുമെന്നറിയാമോ, സൈൻ 2θ ആയിട്ട് മാറും. ഇനി ഇവിടെ നിങ്ങൾ ടാൻ തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതെന്തായിട്ട് മാറുമെന്നറിയാമോ, ടാൻ 3θ ആയിട്ട് മാറും. ഓക്കെ, ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 3θ എന്ന് പറഞ്ഞ് മാറും. ഓക്കെ, 3 tan θ മൈനസ് എക്സിന് ടാൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ 3 tan θ മൈനസ് ടാൻ ക്യൂബ് തീറ്റ / 1 - 3 tan² തീറ്റ. ആ സാധനം എന്ന് പറഞ്ഞാൽ എന്താ, ടാൻ 3θ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻസും കൂടെ യൂസ് ചെയ്ത് ഈ പ്രോബ്ലംസും കൂടെ എന്ത് ചെയ്യുക, തനിയൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമുക്കിവിടെ ആര് വന്ന്, നമുക്കിവിടെ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വന്നല്ലയോ. ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് എടുക്കാനാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. വേറെ കാര്യമൊന്നുമില്ല. e⁻ ഡെറിവേറ്റീവ് എന്താ, e⁻x തന്നെ. ഓക്കെ, ആ ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചിരുന്നാൽ മതി. ഓക്കെ, സോ നോക്കുക, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. y = ഇവിടെ y എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ നമുക്കറിയാം എന്താ തന്നേക്കുന്നത്, y = e⁻x / sin x. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, y' കണ്ടുപിടിക്കണം അല്ലേ, y', അല്ലെങ്കിൽ നമുക്ക് പറയാം dy/dx. അതായത് d/dx ഓഫ് ഡെറിവേറ്റ് ചെയ്യുക, dy/dx
ഈസ് ഈക്വൽ ടു എന്താ ഡെറിവേറ്റ് ചെയ്യുക, വൈ എന്താ ഇ റൈസ് ടു എക്സ് ബൈ സൈൻ എക്സിനെ ഡെറിവേറ്റ് ചെയ്യുക, ഇ റൈസ് ടു എക്സ് ബൈ സൈൻ എക്സ്. ഓക്കെ ഓക്കെ. സോ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ്, റൈറ്റ് ഹാൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ബൈ സൈൻ എക്സ്. ഓക്കെ. എന്ത് ചെയ്യാം, ഇ റൈസ് ടു എക്സ് ബൈ സൈൻ എക്സിനെ എങ്ങനെയാണ് ഡെറിവേറ്റ് ചെയ്യുന്നത്, ഇ റൈസ് ടു എക്സ്, ഇത് ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ലേ, സൈൻ എക്സ് എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യു ബൈ വി ദ ഹോൾ ഡാഷ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യു ബൈ വി ദ ഹോൾ ഡാഷ് എന്താ, യു ഡാഷ് ഇൻറ്റു വി മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ. നമ്മൾ ഫസ്റ്റ് പഠിച്ചായിരുന്നല്ലോ, ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പഠിച്ചായിരുന്നു. അങ്ങനെ പറയാം, യു ഡാഷ് വേണം നമുക്കല്ലയോ, യു നമുക്കറിയാം, യു എന്താ, യു എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ്, യു ഡാഷ് എന്താ, യു ഡാഷ് എന്ത് തന്നെയാണ്, ഇ റൈസ് ടു എക്സ് തന്നെയാണ്, ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. സോ വി എന്ന് പറഞ്ഞാൽ എന്താ, ഇനി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് ആയി ഇവിടെ അല്ലയോ, സൈൻ എക്സ്. അപ്പോൾ വി ഡാഷ് എന്തുവാ, കോസ് എക്സ്. ഓക്കെ ആണോ. ഓക്കെ. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം യു ബൈ വി ദ ഹോൾ ഡാഷ് ആയി കിടക്കുന്നത് അല്ലയോ, യു ബൈ വി ദ ഹോൾ ഡാഷ് ഇ റൈസ് ടു എക്സ് ബൈ സൈൻ എക്സ് ദ ഹോൾ ഡാഷ്. അപ്പോൾ യു ഡാഷ് ആദ്യം എഴുതുക, ഇ റൈസ് ടു എക്സ് ഇൻറ്റു വി സൈൻ എക്സ് മൈനസ് യു ഇൻറ്റു വി ഡാഷ് എത്ര, കോസ് എക്സ്. ഓക്കെ. ഡിവൈഡഡ് ബൈ വി സ്ക്വയർ, വി എന്ന് പറഞ്ഞാൽ സൈൻ എക്സിൻ്റെ സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ. സോ സിമ്പിളായിട്ട് ആൻസർ കിട്ടി, ഡി വൈ ബൈ ഡി എക്സ് എന്താ. ഇനി വേണമെങ്കിൽ ഇ റൈസ് ടു എക്സ് എന്ത് ചെയ്യാമെങ്കിൽ കോമൺ എടുക്കാം. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ലേ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇതെന്ത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നൊരു പോർഷനായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം ചെയ്തതുപോലൊക്കെ തന്നെ നമ്മളിവിടെ എന്ത് ഉപയോഗിച്ചു, കോഷ്യൻ റൂൾ ഉപയോഗിച്ച് ചെയ്തു. ഓക്കെ. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻസും കൂടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്യുക, അപ്പോഴത്തേക്ക് ഇതെന്ത് ചെയ്യുമെന്ന് തറവാകും. ഓക്കെ. നോക്കിയോ, അങ്ങനെ ഏതാണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, ഇ റൈസ് ടു സൈൻ ഇൻവേഴ്സ് എക്സ്. നമുക്ക് തന്നേക്കുന്നത് എന്താ, വൈ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു സൈൻ ഇൻവേഴ്സ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു സൈൻ ഇൻവേഴ്സ് എക്സ്. അങ്ങനെയല്ലേ തന്നേക്കുന്നത്, ആണ്. സോ ഇതിനെ ഡെറിവേറ്റ് ചെയ്യാം, ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു സൈൻ ഇൻവേഴ്സ് എക്സ് നടക്കുന്നത്. നമുക്കറിയാം ഇ റൈസ് ടു എക്സ് ആയിരുന്നെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ഇ റൈസ് ടു എക്സ് തന്നെ. സോ ഇവിടെ എന്ത് കിടപ്പുണ്ട്, ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കിടപ്പുണ്ട്, അവിടെ എക്സ് അല്ല കിടക്കുന്നത്, അവിടെ പകരം എന്താ കിടക്കുന്നത്, സൈൻ ഇൻവേഴ്സ് എക്സ് കിടക്കുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ഫംഗ്ഷൻ എന്താ, ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ഇ റൈസ് ടു എക്സ് തന്നെ. സോ ഇവിടെ ഇ റൈസ് ടു എക്സ് അല്ല, സൈൻ ഇൻവേഴ്സ് എക്സ് ആ. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, ആദ്യമേ ഇ റൈസ് ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. ഇനി നമുക്ക് ആരുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം, ഇവിടെ ഫംഗ്ഷൻ ആരാ, സൈൻ ഇൻവേഴ്സ് എക്സ്. സോ ഇനി എന്ത് ചെയ്യണം, വെറുതെ എക്സ് അല്ല കിടന്നത്, സൈൻ ഇൻവേഴ്സ് എക്സ് ആ. സോ നമ്മൾ എന്ത് ചെയ്യണം, സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഓക്കെ ആണോ. ഓക്കെ. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു നമ്മുടെ ഏത് റൂള്, നമ്മുടെ ചെയിൻ റൂൾ അല്ലയോ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, നമ്മൾ പഠിച്ചായിരുന്നല്ലയോ, 1/√(1 - x²). ഓക്കെ. സോ ആൻസർ എന്ത് കിട്ടും, ഇ റൈസ് ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ √(1 - x²). സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റത്തില്ലയോ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കണക്കാം അല്ലേ. സോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കണക്കാം. അങ്ങനെ ഇതാണ്ടേ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്ക്, തനിയെ ചെയ്ത് നോക്കാൻ നോക്ക്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ലോഗ് ഓഫ് കോസ് ഇ റൈസ് ടു എക്സ്. ആദ്യം ആലോചിക്കുക, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/x. അപ്പോൾ ഇവിടെ ലോഗ് ഓഫ് കോസ് ഇ റൈസ് ടു എക്സ് ആ. സോ 1/x അല്ല, 1/cos ഇ റൈസ് ടു എക്സ് ഇൻറ്റു. ഇനി നമ്മൾ നോക്കുമ്പോൾ മനസ്സിലായി നമുക്ക് എക്സ് അല്ല കിടക്കുന്നത്, എന്താ കിടന്നത്, കോസ് ഇ റൈസ് ടു എക്സ് ആണ് കിടന്നത്. അപ്പോൾ എന്തിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം, കോസിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് സൈൻ. എക്സ് അല്ല, ഇ റൈസ് ടു എക്സ് ആണ് കിടന്നത്. അപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലായി എക്സ് അല്ല കിടന്നത്, എന്തായിരുന്നു കിടന്നത്, ഇ റൈസ് ടു എക്സ് ആണ് കിടന്നത്. പിന്നെ എന്ത് ചെയ്യണം, ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്, ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തും കൂടെ ഉണ്ട്, ഇനി ഡി എക്സ് ബൈ ഡി എക്സ് ഉണ്ട്. പക്ഷേ ഡി എക്സ് ബൈ ഡി എക്സ് 1 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, എഴുതത്തില്ല. 2-3 വട്ടം പറഞ്ഞ കാര്യം അല്ലയോ. ഓക്കെ. സോ ഡെറിവേറ്റീവ് ആൻസറായി അല്ലയോ. ഇതാണ് ക്വസ്റ്റ്യൻ. സോ y ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞാൽ നമുക്ക് എഴുതാം. സോ ഇത് ഡി വൈ ബൈ ഡി എക്സ്, ഡെറിവേറ്റ് ചെയ്ത് കിട്ടിയ സാധനം എന്താ, ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു, ഡെറിവേറ്റ് ചെയ്ത് കിട്ടിയത് എന്താ നമുക്ക്, മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ ഇ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ കോസ് ഇ റൈസ് ടു എക്സ്.
അങ്ങനെ നമുക്ക് പറയാം മൈനസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ ഇ റൈസ് ടു എക്സ് ബൈ കോസ് ഇ റൈസ് ടു എക്സ് എന്താ ടാൻ ഇ റൈസ് ടു എക്സ് അല്ലയോ. സോ ടാൻ ഇ റൈസ് ടു എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇങ്ങനെ ആൻസർ ചെയ്യാം. സിമ്പിൾ അല്ലേ ചെയ്യാൻ, ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ്. ഓക്കെ ഓക്കെ, സോ നോക്കിയോ, ഇതുകൂടെ അങ്ങ് ചെയ്യാം. ഓക്കെ, സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഇ റൈസ് ടു എക്സ്. സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഇ റൈസ് ടു എക്സ് നമുക്കറിയാം. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ, നമുക്കിവിടെ തന്നിരിക്കുന്നത് y ഈസ് ഈക്വൽ ടു എന്താ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഇ റൈസ് ടു മൈനസ് എക്സ്. ഇ റൈസ് ടു എക്സ് അല്ല, ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. സോ ഡി വൈ ബൈ ഡി എക്സ് എടുക്കണം. ഡി വൈ ബൈ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ആദ്യം എന്താ കിടക്കുക സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ കോസ് ഓഫ് അകത്ത് കിടക്കുന്നത് എന്താ ടാൻ ഇൻവേഴ്സ് ഇ റൈസ് ടു മൈനസ് എക്സ്. അങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലായി നമുക്ക് അകത്ത് കിടക്കുന്ന എന്താ ടാൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1/1 പ്ലസ് എച്ച് സ്ക്വയർ. ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സ് അല്ല കിടക്കുന്നത്, പകരം കിടക്കുന്നത് ഇ റൈസ് ടു മൈനസ് എക്സ് ആ. സോ ഇ റൈസ് ടു മൈനസ് എക്സിൻ്റെ സ്ക്വയർ 1/1 പ്ലസ് എച്ച് സ്ക്വയർ. ഇവിടെ എക്സിന് വരെ ഇ റൈസ് ടു മൈനസ് എക്സ് ഒന്നേ ഉള്ളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലായി ടാൻ ഇൻവേഴ്സിനകത്ത് കിടക്കുന്നത് എന്താ ഇ റൈസ് ടു മൈനസ് എക്സ് ആ. ടാൻ ഇൻവേഴ്സ് എക്സ് അല്ല കിടക്കുന്നത് ഇ റൈസ് ടു മൈനസ് എക്സ് ആ. സോ എന്ത് ചെയ്യണം, ഇനി ഇ റൈസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അതെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. സോ ഇ റൈസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ ഇ റൈസ് ടു മൈനസ് എക്സ് തന്നെയാണ്. ഇൻറ്റു എന്ത് ചെയ്യണം, മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വേണം. ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഡി എക്സ് ബൈ ഡി എക്സ് എന്താ 1 കിട്ടത്തുള്ളൂ. അപ്പോൾ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ -1 കിട്ടും. സോ ആൻസറായി ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താ മൈനസ് ഇ റൈസ് ടു എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് നടുക്കി എഴുതിയെന്നേ ഉള്ളൂ കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഇ റൈസ് ടു മൈനസ് എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്താ 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. നമുക്ക് എങ്ങനെ എഴുതാം, ഇ റൈസ് ടു മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയറിനെ ഇ റൈസ് ടു മൈനസ് 2x എന്ന് എഴുതാം. ഓക്കെ, സോ ഇ റൈസ് ടു മൈനസ് 2x ആൻസറായി ഇല്ലയോ, ആൻസറായി. ഓക്കെ, അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സും ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, സിമ്പിൾ കണക്കുകളാണ്. ഓക്കെ, നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ടൈപ്പ് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നമ്മുടെ പുതിയൊരു സെക്ഷനിലോട്ട് കയറാൻ പോവുക. കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x ഇതാ നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ. ഇതിന് എന്ത് ചെയ്യണം, ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്ത് ഏതൊക്കെ ടൈപ്പ് ഫംഗ്ഷൻസ് നമ്മൾ ചെയ്തായിരുന്നു, എക്സ്പോണൻഷ്യലിൻ്റെ നമ്മൾ തൊട്ട് മുന്നേ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് വരുന്നത് ചെയ്തു. അതിന് മുമ്പേ നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ലേ, ഒരു ഫംഗ്ഷനകത്ത് വേറൊരു ഫംഗ്ഷൻ വരുന്നത്, അതായത് സൈൻ ഓഫ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് കോട്ട് എക്സ് സ്ക്വയർ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് അതിന് മുമ്പ് പ്രോഡക്റ്റ് റൂൾ നമ്മൾ പഠിച്ച് അതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വന്ന വഴിയിലല്ല അതെല്ലാം ഉപയോഗിച്ചാണ് വന്നത്. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാൻ പഠിച്ചു, ചെയിൻ റൂൾ യൂസ് ചെയ്യാൻ പഠിച്ചു, അതേപോലെ നമ്മൾ ഇ റൈസ് ടു എക്സിൻ്റെ കണ്ടു, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ഡെറിവേറ്റീവ്സ് കണ്ടു, അത് വെച്ചിട്ടും പ്രോബ്ലംസ് ചെയ്തു. ഇനി ഇതാ നോക്കിയേ, ഇവിടെ ഒരു 3 സാധനം മൾട്ടിപ്ലൈ ചെയ്ത് വന്നേക്കുക, 3 ഫംഗ്ഷൻസ് എന്ത് ചെയ്തേക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് വന്നേക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും, നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും, നിങ്ങൾ നോക്കുക. വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, കോസ് എക്സ് ഇൻറ്റു കോസ് 2x മൊത്തത്തിൽ യു ആയിട്ട് എടുക്കാം, ഇതിനെ വി ആയിട്ട് എടുക്കാം. ഓക്കെ, എന്നിട്ട് അത് ചെയ്യാം. അപ്പോൾ യു ഇൻറ്റു യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ട് ഒരു ഒത്തിരി ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. കാരണം യു ഡാഷ് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഒരു 2 ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക, പിന്നെയും പ്രോഡക്റ്റ് റൂള് ഇതിനകത്ത് തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, യു ഡാഷ് എടുക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പിന്നെ പ്രോഡക്റ്റ് റൂള് ഇതിനും അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതൊരു ഭയങ്കര ലെങ്തി പ്രോസസ് ആയിട്ട് വരും. നമുക്ക് 3 എണ്ണമൊക്കെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ 2 എണ്ണേ പറ്റത്തുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. എന്താ, ഈ ആദ്യത്തെ 2 എണ്ണത്തിന് യു ആയിട്ട് അങ്ങ് വിചാരിക്കുക, മൂന്നാമത്തതിന് വി ആയിട്ട് വിചാരിക്കുക. ഇനി എന്ത് ചെയ്യുക, യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ് എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കുക. പക്ഷേ അന്നേരം എന്ത് ചെയ്യും, യു ഡാഷ് എന്ന് പറയുന്നത് ആൾറെഡി 2 ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. അപ്പോൾ യു ഡാഷ് കണ്ടുപിടിക്കുമ്പോൾ വീണ്ടും അവിടെയും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രോഡക്റ്റ് റൂളൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. ആ പ്രോസസ്സ് കുറച്ച് എന്ത് ചെയ്യും, ലെങ്തി ആയിപ്പോവും. കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നൊന്നുമല്ല, കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷേ ആ പ്രോസസ്സ് ഭയങ്കര ലെങ്തി ആയിപ്പോവും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തുള്ള കണക്കുകൾ വരുമ്പോൾ നമുക്ക് അങ്ങനെ ലെങ്തി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ, ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ഐഡിയ യൂസ് ചെയ്യും. ആ ഐഡിയ ആണ് ലോഗരിതമിക് ഫംഗ്ഷൻ. ആ ഐഡിയ ആണ് എന്തോന്ന്, ലോഗരിതമിക് ഫംഗ്ഷൻ. ദാണ്ടെ ലോഗിൻ്റെ കണക്കുകൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്ട് ഇത്രയേ ഉള്ളൂ. ഇങ്ങനൊരു റിസൾട്ട് പഠിച്ചു വെച്ചേക്കുക. ലോഗ് ഓഫ് എ ഇൻറ്റു ബി ഇൻറ്റു സി എന്ന് വിചാരിക്കുക. ലോഗിനകത്ത് എന്ത് ചെയ്യുക, എയും ബിയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വന്നേക്കുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്കിതിന് ഇങ്ങനെ അങ്ങ് എഴുതാം, ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി, ഇങ്ങനെ അങ്ങ് എഴുതാം. ഓക്കെ, അതേപോലെ ലോഗ് എ ബൈ ബി എന്ന് വരുവാണെങ്കിലോ നമുക്ക് എങ്ങനെ എഴുതാം, ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് എഴുതാം. ഓക്കെ, ഇൻറ്റു ആണെങ്കിൽ പ്ലസ് ചെയ്ത് എഴുതാം, ഡിവിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, മൈനസ് ചെയ്ത് എഴുതുക. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഈ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്തുവാ, ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്തുവാ 1/x. ഇത്തരം കാര്യങ്ങൾ അറിയാം. അങ്ങനെ ഏതാ നോക്കിയോ, ഈ കണക്ക് ചെയ്തു നോക്കാം. നമുക്ക് എന്താ ചെയ്യേണ്ടത്, dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ആളാരാ, y ഈസ് ഈക്വൽ ടു cos x ഇൻറ്റു cos 2x ഇൻറ്റു cos 3x. ഇതിൽ തന്നേക്കുന്നത് ആണ്. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. നമുക്ക് ആ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആക്കാം, ലോഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് ആക്കി എഴുതാൻ പറ്റും. സോ ഞാൻ എന്ത് ചെയ്യും, ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്, ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിൽ ഞാൻ എന്തെടുക്കാൻ പോവുക, ലോഗ് എടുക്കാൻ പോവുക. സോ ഇതെന്താവും, ലോഗ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x. ഓക്കെ, ഇപ്പോൾ എ ബി സി ഡി ഉണ്ടായിരുന്നെങ്കിലോ ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി പ്ലസ് ലോഗ് ഡി എന്ന് എഴുതാം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് എന്തെല്ലാം കിടപ്പുണ്ടോ അതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് ആക്കി എഴുതാൻ പറ്റും. ഓക്കെ. സോ ലോഗ് വൈ ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ പറയാം ലോഗ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് കോസ് എക്സ് പ്ലസ് ലോഗ് കോസ് 2x പ്ലസ് ലോഗ് കോസ് 3x. എഴുതാമോ? എഴുതാം. അങ്ങനെയാണെങ്കിൽ പറ, രണ്ട് സൈഡിൽ ഇനി എന്ത് ചെയ്യും, ഡെറിവേറ്റ് ചെയ്യും അല്ലയോ. ഇംപ്ലിസിറ്റ് ഫംഗ്ഷനൊക്കെ ചെയ്തപ്പോൾ നമ്മൾ ചെയ്ത അതേ ഐഡിയ. രണ്ട് സൈഡും ഇനി എന്ത് ചെയ്യാൻ പോവുക, ഡെറിവേറ്റ് ചെയ്യാൻ പോവുക. രണ്ട് സൈഡും ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. ലോഗ് വൈയെ ഡെറിവേറ്റ് ചെയ്യുമ്പോഴോ, ഓക്കെ, ഡെറിവേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഓക്കെ, ലോഗ് വൈയെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1/y കിട്ടും. ഇനി ആ വൈയെ എന്ത് ചെയ്യണം, ഡെറിവേറ്റ് ചെയ്തിരുന്ന ചെയിൻ റൂൾ അല്ലയോ, dy ബൈ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ ഇവിടെ ലോഗ് കോസ് എക്സ് ആണെങ്കിൽ 1/cos x. പക്ഷേ തീർന്നില്ല, ലോഗ് എക്സ് അല്ല കിടക്കുന്നത്, പകരം എന്താ കിടക്കുന്നത്, കോസ് എക്സ് ആണ് കിടക്കുന്നത്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് സൈൻ എക്സ്. ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് പ്ലസ്. ഇനി ആരുണ്ട്, ലോഗ് കോസ് 2x ഡെറിവേറ്റീവ് എന്താ, ഇനി ഇവിടെ ഒരു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അല്ലയോ. ലോഗ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ഡി എക്സ് ബൈ ഡി എക്സ് 1. അത് ഇതോടെ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ലോഗ് കോസ് 2xൻ്റെയോ 1/cos 2x. ഇനി എന്ത് ചെയ്യണം, കോസിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്, അതെന്താ, മൈനസ് സൈൻ 2x. ഇനി ആരുണ്ട്, ആ 2xൻ്റെ ഡെറിവേറ്റീവും കൂടി എഴുതണം, അതെത്ര 2. ഓക്കെ. അല്ല അടുത്ത ടൈം എന്താ, ഒരു ടേമും കൂടെ ഉണ്ട്, എന്താ, ലോഗ് കോസ് 3x. അതെന്താ, 1/cos 3x ഇൻറ്റു മൈനസ് സൈൻ 3x ഇൻറ്റു 3. ഓക്കെ ആണോ? ഓക്കെ. സോ അടുത്തൊരു പേജിലോട്ട് എഴുതാം. അതാ നോക്കിയാൽ നമുക്ക് കിട്ടിയ എന്താ ആൻസർ, 1/y ഇൻറ്റു dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1/ ഓക്കെ മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ 2x ബൈ കോസ് 2x ഇൻറ്റു 2 അല്ലേ, എങ്ങനെയല്ലേ കിടക്കുന്നത്, സൈൻ 2x ബൈ കോസ് 2x ഇൻറ്റു 2 എന്ന് കിടപ്പുണ്ട് അല്ലേ, മൈനസ്. അടുത്തെന്താ, മൈനസ് സൈൻ 3x ബൈ കോസ് 3x ഇൻറ്റു 3 എന്നും കിടപ്പുണ്ട്. ഓക്കെ, സോ മൈനസ് സൈൻ 3x ബൈ കോസ് 3x ഇൻറ്റു 3 എന്നും കിടപ്പുണ്ട്. ഓക്കെ ആണോ? ഓക്കെ. സോ 1/y dy ബൈ ഡി എക്സിന് എന്ത് എഴുതാം, സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താണ്, മൈനസ് ടാൻ എക്സ്. അടുത്ത എന്താ, സൈൻ 2x ബൈ കോസ് 2x എത്ര, ടാൻ 2x അല്ലയോ. ഇപ്പോൾ ഒരു മൾട്ടിപ്ലൈഡ് ബൈ 2 കൂടെ കിടപ്പുണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം, 2 ടാൻ 2x മൈനസ് 3 ടാൻ 3x. ഇത്ര സാധനം കിട്ടുമോ? കിട്ടും. dy ബൈ ഡി എക്സ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ dy ബൈ ഡി എക്സിന് ഇവിടെ ഇടാം, ബാക്കിയുള്ളതിനെല്ലാം അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഓക്കെ, സോ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു y ഇൻറ്റു അല്ലേ, ഇവിടെ ഡിവിഷനായിട്ട് കിടന്ന y, അവിടെ ചെല്ലുമ്പോൾ എന്താവും, മൾട്ടിപ്ലിക്കേഷൻ ആവും, y ഇൻറ്റു ഇവിടെ എല്ലാം മൈനസ് കിടപ്പുണ്ടാവും. മൈനസ് എല്ലാം ഞാൻ ഇങ്ങനെ എന്ത് ചെയ്ത് കോമൺ ആയിട്ട് വെളിയിലെടുത്ത്. അങ്ങനെയാണെങ്കിൽ ബാക്കി ആരുണ്ട്, ടാൻ എക്സ് പ്ലസ് 2 ടാൻ 2x പ്ലസ് 3 ടാൻ 3x. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് y എന്ന് പറഞ്ഞാൽ എന്താടേ, y എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ആൾറെഡി തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. y എന്താ, കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x. സോ y നമുക്ക് മാറ്റി എഴുതാം, എന്താ, കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x ഇൻറ്റു ടാൻ എക്സ് പ്ലസ് 2 ടാൻ 2x പ്ലസ് 3 ടാൻ 3x. ഇതായിരിക്കും എന്തോന്ന്,
dy/dx ആൻസർ. ഓക്കെ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രോഡക്റ്റ് ആയിട്ട് കിടന്ന 3 സാധനമൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ലോഗ് യൂസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, പ്രോബ്ലം സോൾവ് ചെയ്യാം. കാരണം ലോഗ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ലോഗിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചത് വെച്ചിട്ട് എന്താവാം, ലോഗ് a × b × c എന്ന് പറഞ്ഞ് കിടന്നാൽ ലോഗ് a + ലോഗ് b + ലോഗ് c എന്നാക്കാം അല്ലേ. സോ നമുക്ക് ആ സെപ്പറേറ്റ് ടേമുകളായിട്ട് കിട്ടി. ഇനി ഓരോന്നിനും എന്ത് ചെയ്താൽ മതി, ഡെറിവേറ്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു 2-3 എക്സാമ്പിളും കൂടെ ലോഗിൻ്റെ കണ്ടു കഴിയുമ്പം അത് നമുക്ക് എന്താവും, സെറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു മെത്തേഡും കൂടെ ഉള്ളൂ, അതുകൂടെ പഠിക്കുമ്പോൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ, സോ നോക്കിയോ, 1-2 എക്സാമ്പിൾ കൂടെ നോക്കിയോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ഇവിടെ തന്നിട്ടുണ്ട് y = എന്താ, √(x - 1 × x - 2 / x - 3 × x - 4 × x - 5 അല്ലേ, ഇത്രയും തന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് അതാണ്ട് ഇതേപോലെ കുറേ സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തും ഒരു റൂട്ടും ഒക്കെ കിടപ്പുണ്ട്. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതാണ്ട് 2 സൈഡിൽ എന്ത് ചെയ്യാം, ലോഗ് എടുക്കുക എന്നുള്ളത് ഐഡിയ. ഓക്കെ, അതിന് മുമ്പ് താ നോക്കിയാൽ റൂട്ട് എന്ന് പറയുന്ന സാധനം കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക, റൂട്ടിനെ നമുക്ക് എങ്ങനെ വിളിക്കാം, x - 1 × x - 2 / x - 3 × x - 4 × x - 5 the whole raised to എന്തെന്ന് എഴുതാം, 1/2 എന്ന് എഴുതാം. ഓക്കെ ഓക്കെ, സോ y = ഇങ്ങനെ എഴുതി. ഇനി 2 സൈഡിൽ എന്ത് ചെയ്യുക, ലോഗ് എടുക്കുക. സോ ലോഗ് y = എന്താ, log of x - 1 × x - 2 / x - 3 x - 4 x - 5. ഓക്കെ ഓക്കെ, ദ ഹോൾ റൈസ് ടു എന്തുണ്ട്, 1/2 ഉണ്ട്. ദ ഹോൾ റൈസ് ടു എന്തുണ്ട്, 1/2 ഉണ്ട്. ഇങ്ങനെ ഹോൾ റൈസ് ടു 1/2 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എങ്ങനെ എഴുതാം, ഇതാണ്ട് നോക്കിയാൽ ലോഗ് a/2 ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, 2 ലോഗ് a എന്ന് എഴുതാം. ഇത്രയേ ഉള്ളൂ. ആ എയുടെ പവറായിട്ട് വന്നത് അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്നതിൻ്റെ പവറായിട്ട് വന്നതിന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ താഴെ കൊണ്ടുവന്ന് ഇവിടെ എഴുതാം. ലോഗാണെങ്കിൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. സോ ലോഗ് ഓഫ് ദ ഹോൾ റൈസ് ടു 1/2 ഉണ്ടല്ലോ, ആ 1/2 എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുവന്ന് എഴുതാം. ഓക്കെ ആണേ, അത് ലോഗിൻ്റെ പ്രോപ്പർട്ടിയാണ്, പഠിച്ചു വെച്ചേക്കുക. ഓക്കെ ഓക്കെ, സോ ജനറലായിട്ട് പഠിച്ചു വെച്ചോ. ലോഗ് a/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, a/n എന്ന് പറഞ്ഞാൽ എന്താ എഴുതാം, n × ലോഗ് എന്ന് എഴുതാം. ഓക്കെ ഓക്കെ, സോ അങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്യുക, ബോത്ത് സൈഡ് ഡെറിവേറ്റ് ചെയ്യണം. ഡെറിവേറ്റ് ചെയ്യുന്നതിന് നമ്മളിങ്ങനെ എഴുതിയത് എന്തിനാ, 1/2 നമുക്കറിയാം. ലോഗ് ഓഫ് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലസും മൈനസും ആക്കാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കിടക്കുന്ന സാധനങ്ങളെല്ലാം പ്ലസ് ഇട്ട് എഴുതാം. ഡിവൈഡ് ചെയ്ത് കിടക്കുന്നതെല്ലാം നെഗറ്റീവ് ഇട്ട് എഴുതാം. അല്ലയോ, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു. ഇതാ നോക്കിയേ, ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. കണ്ടോ, a × b × c. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലോഗ് a + ലോഗ് b + ലോഗ് c. ഇനി ഡിവൈഡ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ആ ഡിവൈഡ് ചെയ്ത ടൈമിന് എന്ത് ചെയ്യാം, മൈനസ് ഇട്ട് എഴുതാം. കണ്ടോ, ലോഗ് a / b. അപ്പോൾ ഡിവിഷൻ കിടക്കുന്ന ടൈമിന് എന്ത് ചെയ്യാം, മൈനസ് ലോഗ് b എന്ന് എഴുതാം. ഓക്കെ ആണോ? ഓക്കെ, സോ ആ ഐഡിയ ആണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, യൂസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, ലോഗ് ഓഫ് മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നതിന് നമുക്ക് പ്ലസ് ഇട്ട് എഴുതാം. ഡിവൈഡ് ചെയ്ത് കിടക്കുന്നതിന് മൈനസ് ഇട്ട് എഴുതാം. അത്രയേ ഉള്ളൂ, അത്രേ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ലോഗ് ഓഫ് ഇങ്ങനെ കിടക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്ന ടൈം ഏതാ, ലോഗ് ഓഫ് x - 1 പ്ലസ് ലോഗ് ഓഫ് x - 2. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്ന എഴുതി. ഇനി എന്ത് ചെയ്യുക, ഡിവിഷൻ, ആ ഡിനോമിനേറ്റർ കിടക്കുന്ന ആൾക്കാരാണ്, അവന്മാരെല്ലാം മൈനസ് ഇട്ട് അങ്ങ് എഴുതിയാൽ മതി. മൈനസ് ലോഗ് x - 3 മൈനസ് ലോഗ് x - 4 മൈനസ് ലോഗ് x - 5. ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ ആണോ? ഓക്കെ, ഇനി 2 സൈഡും എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് എടുക്കുക. ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്. നമുക്ക് എന്ത് കിട്ടും, 1/y. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ, 1/y × dy/dx വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ താ നോക്കിയേ, 1/2 കോമൺ ആയിട്ട് കിടപ്പുണ്ട്. അത് അതേപോലെ അങ്ങ് എഴുതി. 1/2 ഒന്നും ചെയ്യുന്നില്ല, അത് അതേപോലെ എഴുതി. ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ലോഗ് ഓഫ് x - 1. ഇതെല്ലാം പ്ലസ് ചെയ്ത് കിടക്കില്ലേ. അപ്പോൾ ഇൻഡിവിജ്വലി എന്ത് ചെയ്താൽ മതി, ഡെറിവേറ്റീവ് എടുത്ത് പോയാൽ മതി. സോ ലോഗ് ഓഫ് x - 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/x - 1. ഓക്കെ, x - 1ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, 1 കിട്ടും. സോ പിന്നെ അത് ആലോചിക്കേണ്ട ആവശ്യമില്ല. പ്ലസ് ലോഗ് x - 2ൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/x - 2. അതേപോലെ ഇനി ആരാ കിടക്കുന്നത്, മൈനസ് ലോഗ് x - 3യുടെ ഡെറിവേറ്റീവ് എന്താ, 1 - x - 3. അടുത്തത് 1/x - 4 മൈനസ് 1/x - 5. ഇത്രയല്ലേ കിട്ടുന്നത്.
ഇത്രയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ y എന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു y/2 അല്ലയോ. വൈക്ക് പകരം വേണമെങ്കിൽ എന്ത് കൊടുക്കാം, അതാണ്ട് ഈ സാധനം പകരം വേണമെങ്കിലല്ല, നമ്മൾ എന്ത് ചെയ്യണം, കൊടുത്തേ പറ്റത്തുള്ളൂ. സോ വൈക്ക് പകരം എന്ത് കൊടുക്കാം, ആ തന്നേക്കുന്ന ടേം തന്നെ എഴുതാം. സോ y/2 ഇൻറ്റു 1/x-1 പ്ലസ് 1/x-2 പ്ലസ് 1/x-3 മൈനസ് 1/x-4 മൈനസ് 1/x-5. ഓക്കെ, ഇത് മൈനസ് അല്ലേ, സോറി ഇത് മൈനസ്. ഓക്കെ, സോ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, വൈക്ക് എന്ത് കൊടുക്കുക, y ഈസ് ഈക്വൽ ടു ഇതാണ്ട് ഇതല്ലേ y, സോ വൈക്ക് അതും കൂടെ കൊടുക്കുക, ആൻസർ കംപ്ലീറ്റ് ആക്കുക. ഓക്കെ ആണോ? ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ആ കണക്കും കഴിഞ്ഞു. നമുക്ക് നോക്കാം, വേറൊരു പ്രോബ്ലം കൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അതാ നോക്കി, ഇവിടെ എന്താണ് ചെയ്യുന്നത്, x/x മൈനസ് 2 sin x ഇങ്ങനെയല്ലേ തന്നേക്കുന്നത് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്കറിയാം y ഈസ് ഈക്വൽ ടു, നമുക്ക് തന്നേക്കുന്ന y ഈസ് ഈക്വൽ ടു എന്താ, x/x മൈനസ് 2 sin x. ഓക്കെ, ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഫോർമുലയും കൂടെ ഉണ്ട്. ഇതാ നോക്കിയേ, a/x-ന്റെ ഡെറിവേറ്റീവ്, അതായത് d/dx ഓഫ് a/x-ന്റെ ഡെറിവേറ്റീവ്. a/x-ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, a/x ഇൻറ്റു log a. ഓക്കെ, a/x-ന്റെ ഡെറിവേറ്റീവ് എന്താ, a/x ഇൻറ്റു log a. ഈ സാധനം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതാ നോക്കിയാൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ dy/dx കണ്ടുപിടിക്കണം അല്ലയോ. സോ dy/dx ഈസ് ഈക്വൽ ടു എന്താ, ഡെറിവേറ്റീവ് ഓഫ് d/dx ഓഫ് x/x മൈനസ് 2 sin x. എന്താ, 2 sin x-ന്റെ ഡെറിവേറ്റീവ് d/dx ഓഫ് 2 sin x. ഓക്കെ ഓക്കെ, ഇവിടെ നോക്കിയാൽ 2 sin x-നകത്ത് വേണമെങ്കിൽ നമുക്ക് ഈ a/x എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ നമുക്ക് ആ റിസൾട്ട് യൂസ് ചെയ്യാം. പക്ഷേ x/x-നകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, ഇവിടെ x/x എന്ന് വന്നിരിക്കുന്നത്, ഇവിടെ എന്ത് വരണം, a/x എന്ന് വരണം. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് a/x ആണെങ്കിൽ ഉപയോഗിക്കാം. കാരണം a എന്ന് പറയുന്നത് എന്താ, അവിടെ ഒരു കോൺസ്റ്റൻറ്റാണ്. ഇവിടെ 2 എന്ന് പറയുന്നത് എന്താ, കോൺസ്റ്റൻറ്റാണ്. സോ 2 sin x-നകത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം, ആ ഡെറിവേറ്റീവ് അതേപോലെ യൂസ് ചെയ്യാം. പക്ഷേ x/x-നകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്റ്റ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ആണോ, കാര്യം മനസ്സിലായോ? അതുകൊണ്ട് ഈ യൂസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, a എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇവിടെ എക്സ് പക്ഷേ കോൺസ്റ്റൻ്റ് ആണോ, അല്ല, വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഡെറിവേറ്റ് ചെയ്യുന്നത് തന്നെ. സോ x/x എന്ന് കിടക്കുന്നത്, അതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ച് വെച്ചേക്കുക, നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ a എന്തായിരിക്കണം, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ, സോ 2 sin x-നകത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാം. കാരണം a sin x എന്നാണ് പറഞ്ഞു കിടക്കുന്നത്. a എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത് എന്താ, ഒരു കോൺസ്റ്റൻ്റ്, മുകളിലാണ് ആ വേരിയബിൾ വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ, സോ dy/dx ഈസ് ഈക്വൽ ടു, അതവിടെ കിടക്കട്ടെ, അത് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. x/x/dx മൈനസ്, അത് നോക്കിയാൽ ഡെറിവേറ്റീവ് ഓഫ് 2 sin x. a/x-ന്റെ ഡെറിവേറ്റീവ് എന്താ, a/x ഇൻറ്റു log a. സോ a/x, അതായത് 2 sin x ഇൻറ്റു log a. a എന്ന് പറയുന്ന ആരാ, 2 log 2. പക്ഷേ നമുക്കറിയാം a/x എന്നല്ല കിടന്നത്, a/ എന്താ, sin x എന്നാണ് കിടന്നത്. അപ്പോൾ ആരുടെയും കൂടെ ഡെറിവേറ്റീവ് എടുക്കണം, sin x-ന്റെ ഡെറിവേറ്റീവ് കൂടെ എടുക്കണം. നമ്മുടെ എന്ത് റൂള്, ചെയിൻ റൂള്. സോ sin x-ന്റെ ഡെറിവേറ്റീവ് എന്താ, cos x. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ആര് കിടപ്പുണ്ട്, ആ x/x-ന്റെ ഡെറിവേറ്റീവ് എടുക്കണം, അത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലയോ. സോ ഞാൻ പറയാം, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, x/x-ന്റെ ഡെറിവേറ്റീവ് ഓഫ് x/x ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത് ആണ്. സോ ഞാൻ ഇതിന് ചെയ്യാനായിട്ട് ഞാൻ ഒരു ഐഡിയ പ്രയോഗിക്കുക. എന്താ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. x/x-ന് ഞാൻ എന്ത് കൊടുക്കുക, u എന്നൊരു പേര് കൊടുക്കുക. x/x-ന് എന്തുകൊണ്ട് കൊടുക്കുക, u എന്നൊരു പേര് കൊണ്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് x/x d/dx ഓഫ് x/x കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി, du/dx ഇല്ലയോ. രണ്ട് സൈഡിൽ ഡെറിവേറ്റ് ചെയ്യുന്നത് du/dx. x/x-ന്റെ ഡെറിവേറ്റീവിനെ നമുക്ക് എന്ത് വിളിക്കാം, du/dx. ഇനി അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് എന്തോ പ്രയോജനം, എന്തുവാ, du/dx അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാ നോക്കിയേ, x/x എന്ന് വരുക. അപ്പോൾ ഈ രീതിയിലൊക്കെ വന്നാലും നമുക്ക് ആരെ ഉപയോഗിക്കാം, ലോഗിനെ ഉപയോഗിക്കാം. അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ലോഗരിതമിക് ഫംഗ്ഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇനി ഒന്നുകൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ അത് നോക്കിക്കോ, x/x-ന് എന്താ കൊടുത്ത്, u എന്ന് കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ ലോഗ് x/x എന്താ, log u. രണ്ട് സൈഡിലും എന്തെടുത്തു, ലോഗ് എടുത്തു. അങ്ങനെയാണെങ്കിൽ log u ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, log u ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, x ഇൻറ്റു log x എന്ന് എഴുതാം. എഴുതിക്കൂടെ അല്ലയോ. നമുക്കറിയാം log x സംതിങ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാം, പവറായിട്ട് എഴുതിയതിനെ താഴെ കൊണ്ടുവന്ന് എഴുതാം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ log u ഈസ് ഈക്വൽ ടു എന്താ, x ഇൻറ്റു log x.
ഇനി നമ്മൾ എന്ത് ചെയ്യും, രണ്ട് സൈഡിലും എന്ത് ചെയ്യും, ഡെറിവേറ്റ് ചെയ്യും. ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1/u du/dx ഈസ് ഈക്വൽ ടു എന്താ, താണ്ടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഏത് ഉപയോഗിക്കണം, നമുക്ക് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരും. u'(v + u'(v') ആ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണ്ടേ, യൂസ് ചെയ്യണം. സോ u' എന്തുവാ, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്, 1 തന്നെ. u'(v + u × v') എന്ന് പറഞ്ഞാൽ log xന്റെ ഡെറിവേറ്റീവ് 1/x. സോ എക്സും ക്യാൻസൽ ആവും. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, du/dx അല്ലയോ, ഡെറിവേറ്റീവ് ഓഫ് x⁻x അല്ലെങ്കിൽ അതെന്താ du/dx. അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. സോ du/dx ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, u × എന്താ log x + 1 അല്ലയോ, യുവിനെ അപ്പുറത്തോട്ട് കൊണ്ട് u × log x + 1. സോ u × log x + 1. ഇനി നമുക്കറിയാം u എന്ന് പറയുന്നത് എന്താ, u എന്ന് പറയുന്നത് നമ്മൾ u ആയിട്ട് കൊടുത്ത എന്തിനായിരുന്നു, x⁻x അല്ലേ, x⁻x. സോ x⁻x × log x + 1. ഓക്കെ, സിമ്പിൾ, കഴിഞ്ഞു. du/dx അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് x⁻x നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, കണ്ടുപിടിച്ച് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പറ dy/dx ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് x⁻x നമ്മൾ കണ്ടുപിടിച്ച് എന്തുവാ, x⁻x × log x + 1 മൈനസ് ബാക്കി എന്തുകൊണ്ട് 2 sin x × cos x × log 2. ഇത്രയാണ് ആൻസർ. ഓക്കെ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ മക്കളെതാ, നോക്കിയേ, അടുത്തൊരു ഫോമിലോട്ട് നമ്മൾ കയറുക. ഓക്കെ, എക്സ്പോണൻഷ്യൽ കഴിഞ്ഞു, ലോഗ് കഴിഞ്ഞു, അടുത്തൊരു ഫോമിലോട്ട് കയറുക, പാരാമെട്രിക് ഫോം. ഓക്കെ, പാരാമെട്രിക് ഫോം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാ, dy/dx കണ്ടുപിടിക്കാനായിരിക്കും ചോദിച്ചേക്കുന്നത്. dy/dx കണ്ടുപിടിക്കാനായിരിക്കും ചോദിച്ചേക്കുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം ഇവിടെ x2at² തന്നിട്ടുണ്ട്, y എന്ന് പറയുന്നത് at⁴ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ dy/dx കണ്ടുപിടിക്കുന്നത്, എങ്ങനെ കണ്ടുപിടിക്കാം, താണ്ടെ ഇത്രയേ ഉള്ളൂ. dy/dx കണ്ടുപിടിക്കാൻ താണ്ടെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, y വിത്ത് റെസ്പെക്ട് ടു t എന്ത് ചെയ്യാം, ഡെറിവേറ്റ് ചെയ്യാം. അതായത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, dy/dt കണ്ടുപിടിക്കാം. കാരണം y എഴുതിയേക്കുന്നത് എങ്ങനെ, at⁴ എന്നാണ്. സോ y ഈസ് എ ഫംഗ്ഷൻ ഓഫ് t എന്നാണ് കിടക്കുന്നത്. അപ്പോൾ y നമുക്ക് എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു tയിൽ ഡെറിവേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ dy/dt ചെയ്യാം. ഡിവൈഡഡ് ബൈ എന്ത് കണ്ടുപിടിക്കാം, dx/dt ചെയ്യാം. കണ്ടോ, dy/dt ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, dx/dt ചെയ്താൽ മതി. dx/dtയും ചെയ്യാമല്ലോ, കാരണം x tയുടെ ടേംസിൽ കിടക്കുക. അപ്പം dx/dt നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അപ്പം dy/dx കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, dy/dt കണ്ടുപിടിക്കുക, ഡിവൈഡഡ് ബൈ dx/dt എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അപ്പോൾ അതാണ് ഇങ്ങനെ ആലോചിച്ചാൽ ഡിറ്റിയും എന്ത് ചെയ്യും, സോറി dx എന്നാണ് എഴുതിയത് അല്ലയോ, dt. ഈ ഡിറ്റിയും കട്ടായി പോയിട്ട് dy/dx എന്ന് തന്നെ വരും. ഓക്കെ, ഇപ്പോൾ ഡിറ്റിയും കട്ടായി പോകുന്നതൊന്നും അല്ല ശരിക്കും, പക്ഷേ നിങ്ങൾ മനസ്സിൽ അങ്ങനെ ആലോചിച്ച് വെച്ചേക്കുക, പഠിക്കാനും വേണ്ടി എളുപ്പത്തിന്. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെ അതേ പറ dx/dy കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, dx/dy കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തിരിച്ചങ്ങ് എഴുതിയാൽ മതി, dx/dt ഡിവൈഡഡ് ബൈ dy/dt. ഓക്കെ ആണോ? ഓക്കെ, സോ ഇത് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ഇത് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, പക്ഷെ അങ്ങനെ ചോദിക്കാറില്ല. ചോദിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് dy/dx തന്നെ എന്താറുള്ളൂ ചോദിക്കാറ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി എങ്ങാനും ചോദിച്ചാലും നമുക്ക് എഴുതണ്ടേ. അപ്പോൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചേക്ക്. dx/dy എന്ന് കണ്ടുപിടിക്കാൻ എന്ത് പറഞ്ഞാൽ മതി, dx/dt ഡിവൈഡഡ് ബൈ dy/dt. ഓക്കെ, ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ dy/dx കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലായി, dy/dt/dx/dt കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, dy/dt കണ്ടുപിടിക്കാം. അതിനാദ്യം y എടുത്ത് എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്, y ഈക്വൽ ടു എന്താ, at⁴. സോ dy/dt വിത്ത് റെസ്പെക്ട് ടു tയിൽ ഡെറിവേറ്റ് ചെയ്യണം. a കോൺസ്റ്റൻ്റ് അല്ലയോ, a കോൺസ്റ്റൻ്റ് അതേപോലെ എഴുതി. t⁴ ഡെറിവേറ്റീവ് എന്താ, വിത്ത് റെസ്പെക്ട് ടു t തന്നെ ചെയ്യുന്നത്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വിത്ത് റെസ്പെക്ട് ടു t ചെയ്യുമ്പോൾ എന്താ, 4t⁻³ ഇൻറ്റു എന്തുകൊണ്ടൊരു dt/dt ഉണ്ട്, പക്ഷേ അത് 1 ആണ്, നമ്മൾ എഴുതേണ്ട ആവശ്യം ഇല്ല. സോ 4at³ ആൻസർ എന്ത് കിട്ടി, 4at³ എന്ന് കിട്ടി. ഇനി നമുക്ക് ആരെ വേണം, dx/dt വേണം അല്ലയോ, നമുക്ക് ആരെ വേണം, dx/dt വേണം. സോ x ഈക്വൽ ടു എന്താ, 2at² അല്ലയോ. അപ്പം dx/dt എന്താ, 2 കോൺസ്റ്റൻറ്റ്, a കോൺസ്റ്റൻറ്റ്, അതേപോലെ t² ഡെറിവേറ്റീവ് എന്താ, 2t. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ, 2 × 2 4at എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, dy/dx വിച്ച് ഈസ് ഈക്വൽ ടു എന്താ, dy/dt ഡിവൈഡഡ് ബൈ dx/dt.
വിച്ച് ഈസ് ഈക്വൽ ടു dy/dt നമുക്ക് കിട്ടി എത്ര 4at³ ഡിവൈഡഡ് ബൈ dx/dt എത്ര 4at. ഓക്കെ, സോ 4a യും 4a യും ക്യാൻസലാവും, ഒരു t³ എന്നൊരു ടീം ഒരു ടീം ക്യാൻസലാവും, നമുക്ക് t² കിട്ടും. അപ്പോൾ ആൻസർ എന്താ dy/dx t². ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല, ഇതൊക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് വെറൈറ്റി ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും, ആ പാരാമീറ്റർ മാറി ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിനകത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും 2at² എന്ന് പറയുന്നത് sin 2at² അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഡക്റ്റ് റൂളും അല്ലെങ്കിൽ നമ്മുടെ ആ കോമ്പോസിറ്റ് ഫംഗ്ഷനകത്ത് ചെയ്തതുപോലെ ചെയിൻ റൂളൊക്കെ അപ്ലൈ ചെയ്ത് ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഫസ്റ്റ് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, പാരാമെട്രിക് ഫോം വന്നാൽ ചെയ്യേണ്ട രീതി ഇതാണ്. ഓക്കെ, അങ്ങനെ ഏതാണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy/dx. ഇവിടെ y എന്തില്ല, തീറ്റയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം ആരെ കണ്ടുപിടിക്കണം, dy/dθ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ dy/dθ കണ്ടുപിടിക്കണം. അപ്പോൾ dθ എന്താ, dy/dθ b cos θ, b കോൺസ്റ്റന്റ് അതേപോലെ എഴുതാം. cos θ ഡെറിവേറ്റീവ് എന്താ, cos θ ഡെറിവേറ്റീവ് മൈനസ് sin θ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ dx/dθ എന്താ സാധനം, വിത്ത് റെസ്പെക്ട് ടു തീറ്റയല്ലേ നമ്മളിവിടെ ഡെറിവേറ്റ് ചെയ്യേണ്ടത്, dx/dθ എ കോൺസ്റ്റൻ്റ് അത് അതേപോലെ എഴുതി, cos θ ഡെറിവേറ്റീവ് sin θ മൈനസ് sin θ. ഓക്കെ, സോ dy/dx കിട്ടണം, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, dy/dx കിട്ടണം. സോ dy/dθ/dx/dθ വിച്ച് ഈസ് ഈക്വൽ ടു dy/dθ എന്താ മൈനസ് b sin θ, dx/dθ എന്താ മൈനസ് a sin θ. ഓക്കെ ആണോ? സോ sin θ എന്ത് ചെയ്യും, ക്യാൻസൽ ആവും, മൈനസും ക്യാൻസൽ ആവും, ആൻസർ b/a എന്ന് കിട്ടും. സോ dy/dx ഈസ് ഈക്വൽ ടു b/a എന്ന് കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്ക്, തനിയെ ചെയ്ത് നോക്ക്, ഈസിയാ, സിമ്പിളാ. ഇതാ നോക്കിയേ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, x sin t തന്നിട്ടുണ്ട് അല്ലയോ, x ഈസ് ഈക്വൽ ടു sin t തന്നിട്ടുണ്ട്. അതേപോലെ y ഈസ് ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്, y ഈസ് ഈക്വൽ ടു cos 2t എന്ന് തന്നിട്ടുണ്ട് അല്ലയോ, cos 2t. സോ cos 2t എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് dy/dx കണ്ടുപിടിക്കണം. ആദ്യം എന്ത് കണ്ടുപിടിക്കാം, വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡെറിവേറ്റ് ചെയ്യേണ്ട ഇവിടെ, കാരണം y ഫംഗ്ഷൻ ഓഫ് t ആയിട്ടാണ് തന്നിരിക്കുന്നത് അല്ലയോ. സോ ആദ്യം നമുക്ക് dy/dt കണ്ടുപിടിക്കാം. dy/dt എന്തോ വിത്ത് റെസ്പെക്ട് ടു ടി, cos 2t ഡെറിവേറ്റ് ചെയ്യും, കോസിന് ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് sin 2t ഇൻറ്റു എന്തുകൊണ്ട് 2t ഡെറിവേറ്റീവ് ഉണ്ട് അല്ലയോ, വിത്ത് റെസ്പെക്ട് ടു ടിയില്ല. സോ 2t ഡെറിവേറ്റീവ് എന്താ 2. ഇനി അതേപോലെ എന്ത് കണ്ടുപിടിക്കാം, dx/dt കണ്ടുപിടിക്കണം. sin t ഡെറിവേറ്റീവ് എന്താ മൈനസ് cos t. സോ dy/dx എന്ന് പറഞ്ഞാൽ എന്താ dy/dt ഡിവൈഡഡ് ബൈ dx/dt. ഓക്കെ, സോ മൈനസ് 2 sin 2t ഡിവൈഡഡ് ബൈ മൈനസ് cos t, മൈനസും ക്യാൻസൽ ആവും, ആൻസർ 2 sin 2t ബൈ cos t. ഓക്കെ, ഇനി വേണമെങ്കിൽ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യാം. 2 sin θ എന്ന് പറഞ്ഞാൽ എന്താ 2 sin θ, വേണ്ട, ഓക്കെ, വേണ്ട ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, സോ ഇതാണ് എന്തോന്ന് ആൻസർ 2 sin 2t ബൈ cos t. ഓക്കെ, വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. 2 sin 2t എന്ന് പറഞ്ഞാൽ എന്താ 2 sin t cos t ഹോൾ ഡിവൈഡ് ബൈ എന്താ cos t. സോ cos t എന്ത് ചെയ്യും, ക്യാൻസൽ. 2 × 2 എന്താ 4 sin t. ഇങ്ങനെ ആൻസർ എഴുതാം. ഓക്കെ, സോ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. നാലാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യനാണ്, എന്ത് ചെയ്യുക, തനിയൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, 1/t നമുക്ക് എങ്ങനെ എഴുതാം, t⁻⁻1 എന്ന് എഴുതാം. t⁻−1ൻ്റെ ഡെറിവേറ്റീവ് എന്താ, t⁻−1ൻ്റെ ഡെറിവേറ്റീവ് -1നെ അതേപോലെ എഴുതാം, -1 × t⁻−1 + 1 അല്ലേ, സോറി -1 അതായത് -2. സോ എന്ത് കിട്ടും, -1/t² എന്ന് കിട്ടും. ഓക്കെ, x⁻−1ൻ്റെ ഒക്കെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ അറിയത്തില്ലേ, x⁻²ൻ്റെ -3യുടെ ഒക്കെ എന്ത് ചെയ്യാം, ഈ രീതിയിൽ കണ്ടുപിടിക്കാം. ഓക്കെ, nx⁻n−1 എന്ന് പറയുന്ന ആ സെയിം ഫോർമുല യൂസ് ചെയ്ത് തന്നെ നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആയതാന്ന് നോക്കിയാൽ ഒരു ഫോമും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ഇത്രയും നമ്മൾ എല്ലാ ടൈപ്പും കവർ ചെയ്തിട്ടുണ്ട്, എല്ലാ ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് വെറൈറ്റികളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു സാധനം കൂടെ ഉണ്ട്, എന്താ, ഡബിൾ ഡെറിവേറ്റീവ്സ്. ഓക്കെ, നമുക്ക് അവനെയും കൂടെ നോക്കാം, അതാകുമ്പോൾ ഈ ചാപ്റ്റർ എന്താവും, കംപ്ലീറ്റ് ആവും. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് അല്ലേ, ഡബിൾ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ഈസിയാ, സിമ്പിളാ, സംഭവം ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിനെ നമ്മൾ എങ്ങനെയായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയായിരുന്നു പറയുന്നത്, d²y/dx². ഇതെല്ലായിരുന്നു സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ, ആദ്യമേ എന്ത് ചെയ്യുക, dy/dx കണ്ടുപിടിക്കുക, അതിനെ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്, ഇല്ലയോ. dy/dx കണ്ടുപിടിക്കുക, അതിനെ എന്ത് ചെയ്യുക, കണ്ടുപിടിച്ച് കിട്ടിയതിന് എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആരെ കിട്ടും, d²y/dx² കിട്ടും. അതിൽ സംഭവം അതാ സംഭവം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ y = എന്താ നിൽക്കുന്നത്, x² + 3x + 2 ഇങ്ങനെയല്ലേ തന്നേക്കുന്നത് ആണ്. സോ dy/dx നമുക്ക് കണ്ടുപിടിക്കുക. ആദ്യമേ dy/dx വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റ് ചെയ്യും, 2x + 3. d²y/dx² കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, d/dx ഓഫ് dy/dx അല്ലേ. അതാണ് എന്തോന്ന്, d²y/dx². dy/dx കണ്ടുപിടിക്കുന്നു, അതിനെ ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, dy/dxനെ 2 + 0 അല്ലേ, 2 എന്ന് കിട്ടും. സിമ്പിളായിട്ട് ആൻസർ കിട്ടത്തില്ലേ, സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആ ഡെറിവേറ്റ് ചെയ്യാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി, വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ഓക്കെ, ഇങ്ങനെ ഇതാന്ന് നോക്കിയേ. താണ്ടെ അടുത്തൊരു ക്വസ്റ്റ്യൻ, y = രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ, y = x⁻²20. നമുക്ക് എങ്ങനെ ചെയ്യാം, x⁻²20 dy/dx ആദ്യമേ എടുക്കാം. dy/dx ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 20 × x⁻19 എന്ന് കിട്ടും. ഓക്കെ, d²y/dx² ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 20 × 19 × x⁻18 എന്ന് കിട്ടും. 20 കോൺസ്റ്റൻ്റ് അത് അതേപോലെ എഴുതി. x⁻19 ഡെറിവേറ്റീവ് എന്താ, 19 × x⁻18. സോ ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്തായി, ആൻസറായി. സിമ്പിൾ. ഓക്കെ, അതേപോലെ അതാ നോക്കിയാൽ. എന്നാൽ പിന്നെ അതാണ്ട് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, log x ഡെറിവേറ്റീവ് y = എന്താ, log x. dy/dx എന്താ, log x ഡെറിവേറ്റീവ് 1/x. d²y/dx² എന്താ, 1/x ഡെറിവേറ്റീവ് അല്ലേ. 1/x ഡെറിവേറ്റീവ് എന്താ, 1/x എന്ന് പറഞ്ഞാൽ എന്താ, x⁻−1 അല്ലയോ അല്ലേ. 1/x² എന്ന് പറഞ്ഞാൽ എന്താ, x⁻−2. 1/x³ എന്ന് പറഞ്ഞാൽ എന്താ, x⁻−3. ഓക്കെ ആണേ. ഓക്കെ, സോ x⁻−1 ഡെറിവേറ്റീവ് എന്താ, -1 × x⁻−1 അതെന്താ, -2. n x⁻n−1 എന്ന് പറയുന്ന ഫോർമുല, n ആയിട്ട് വന്നേക്കുന്നത് ഇവിടെ -1 ആണ്. സോ -1 × x⁻−1 അതെന്താ, -2. ഓക്കെ, സോ ഇതിനെ എങ്ങനെ എഴുതിക്കാം, എനിക്ക് എഴുതാം -1 ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം, x² എന്ന് എഴുതാം അല്ലേ. കാരണം ആ ഡിവൈഡഡ് ബൈ x²നെയാണ് x⁻−2 എന്ന് എഴുതുന്നത്. സോ x⁻−2 കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഡിവൈഡഡ് ബൈ x² എന്ന് നോക്കാം. ഓക്കെ, സിമ്പിളായിട്ട് ആൻസർ കിട്ടി. അങ്ങനെ ഏതാന്ന് നോക്കിയാൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, y = x³ log x. ഒന്നുമില്ല, ഈ ക്വസ്റ്റ്യൻ എടുത്തിടാൻ വേറെ കാരണമൊന്നുമില്ല, നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ആ d²y/dx² കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ പ്രോഡക്റ്റ് റൂളും കൂടെ ഇത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമേ ഇത് എടുത്തിട്ടത്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ഓക്കെ, സോ dy/dx ആദ്യം കണ്ടുപിടിക്കാം. dy/dx അപ്പോൾ നമുക്കറിയാം നമ്മളെ ഫംഗ്ഷൻ u' v അല്ലേ. u' എന്ന് പറയുമ്പോൾ എന്താ, 3x² ഇൻറ്റു v എന്ന് പറഞ്ഞാൽ എന്താ, log x പ്ലസ് u ഇൻറ്റു v'. എത്ര, log x ഡെറിവേറ്റീവ് എത്ര, 1/x. ഓക്കെ, സോ ഇതെന്താവും, x² ആവും. അപ്പോൾ ആൻസർ എന്ത് കിട്ടി, dy/dx എന്ത് കിട്ടി, 3x² ഇൻറ്റു log x പ്ലസ് x². ഓക്കെ ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, x² കോമൺ എടുക്കാം. x² കോമൺ എടുത്തു കഴിഞ്ഞാൽ 3 log x + 1 എന്ന് വരും. ഓക്കെ, നിങ്ങൾക്ക് കോമൺ എടുക്കാം, കോമൺ എടുക്കാതെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ കോമൺ എടുക്കാതെ അങ്ങ് ചെയ്യാം. d²y/dx² കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ സെക്കൻഡ് ഓർഡർ dy/dxനെ എന്ത് ചെയ്താൽ മതി, ഒന്നുകൂടെ ഒന്ന് ഡെറിവേറ്റ് ചെയ്താൽ മതി. dy/dx കിട്ടിയിട്ടുണ്ട്, അതിനൊന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ താണ്ട രണ്ട് പ്രോഡക്റ്റ് ആയിട്ട് കിടക്കില്ല. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. u' v 3x² ഡെറിവേറ്റീവ് എന്താ, 6x u' ഇൻറ്റു v പ്ലസ് u v' log x ഡെറിവേറ്റീവ് 1/x പ്ലസ് എന്തുകൊണ്ട്, ഇവൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട് അല്ലയോ. അപ്പം ഇത് u ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ് ആയി, u' v പ്ലസ് u v' ആയപ്പോൾ അത്രയായി. ഇനി ആരുണ്ട്, x² ഉണ്ട്. x² ഡെറിവേറ്റീവ് എന്താ, 2x വിച്ച് ഈസ് ഈക്വൽ ടു എന്താ, 6x log x പ്ലസ് 3x പ്ലസ് 2x വിച്ച് ഈസ് ഈക്വൽ അല്ലേ. ഒരു എക്സും ഒരു x²ൻ്റെ അകത്ത് ഒരു എക്സും കട്ട് ചെയ്ത് പോകും. 6x log x പ്ലസ്
6x ഇല്ലയോ, 3x 4x സോറി 5x. ഓക്കെ, സോ ആൻസർ ആയി. ഈസി അല്ലയോ? ഈസിയാണ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാനും എന്താ സിമ്പിളാണ്. അങ്ങനെ നമുക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ആയിട്ടുണ്ട്. നമ്മുടെ NCERT-യിലുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. NCERT ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യുക, തനിയെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. സമയം കിട്ടുമെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നല്ല കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പോവുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ ലോഗിൻ്റെ കണക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് ഒരു ഇച്ചിരി ശ്രദ്ധ കൊടുത്ത് എന്ത് ചെയ്യുക, അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ബാക്കിയെല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ്. അപ്പോൾ ലോഗ് വരുന്ന കേസ് വരുമ്പോൾ ഒരു ഇച്ചിരി എന്ത് ചെയ്യാറുണ്ട്, ഒരു ഇച്ചിരി കൺഫ്യൂഷൻസ് ഒക്കെ പല കുട്ടികളും കാണിക്കാറുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഞാൻ വേണമെങ്കിൽ ലോഗിൻ്റെ ഒരു പ്രോബ്ലം കൂടെ ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. അപ്പോൾ ആ പ്രോബ്ലം കൂടെ ചെയ്താൽ മൊത്തത്തിൽ എന്ത് ചെയ്യാമെന്ന് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി വയ്ക്കാം. അപ്പോൾ ലോഗ് വരുന്ന ഒരു പ്രോബ്ലം കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ആ പ്രോബ്ലത്തിനകത്തെല്ലാം മാക്സിമം കോൺസെപ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചു തരാം. അതുകൂടെ വർക്കൗട്ട് ചെയ്ത് പഠിച്ചോളാം. ഓക്കെ, ഒരു സമാധാനം വരുന്നില്ലടി, അതുകൂടെ ഒന്ന് നോക്കിക്കോ. ഈ ഒരു കണക്ക് ചെയ്ത് നമുക്ക് അതങ്ങ് സെറ്റാക്കാം. log x the whole raised to x plus x raised to log x. ഓക്കെ, ഇങ്ങനെ വന്നേക്കുക. y is equal to log x the whole raised to x plus x raised to log x. എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒറ്റ വഴി അറിയുള്ളത്, നമുക്ക് എന്ത് ചെയ്യണം, ലോഗ് എടുക്കാനുള്ള ഒരു ഐഡിയ നമുക്കറിയാം അല്ലയോ. എ റൈസ് ടു എക്സ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ എ റൈസ് ടു എക്സിൻ്റെ ഡെറൈവ് ചെയ്യാനുള്ള ഡെറിവേറ്റീവ്സിൻ്റെ ഫോമുല നമുക്കറിയാം. നമ്മളൊരു കണക്ക് ചെയ്തതും അല്ലയോ, 2 റൈസ് ടു സൈൻ എക്സ് വന്നപ്പോഴത്തേക്കും നമ്മൾ ചെയ്തായിരുന്നു. പക്ഷേ എ അല്ല, ഒരു കോൺസ്റ്റൻറ്റ് റൈസ് ടു എക്സ് എന്ന് വന്നാലേ അത് ചെയ്യാൻ പറ്റും. ഇവിടെ എക്സ് റൈസ് ടു ലോഗ് എക്സാണ്. അപ്പോൾ ഇതും കോൺസ്റ്റൻ്റ് അല്ല, ഇതും കോൺസ്റ്റൻ്റ് അല്ല. അതവിടെ നമുക്കത് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ ലോഗ് എക്സ് റൈസ് ടു എക്സാണ്. അവിടെ ലോഗ് എക്സ് എന്തല്ല, കോൺസ്റ്റൻ്റ് അല്ല, ലോഗ് എക്സാണ് കിടക്കുന്നത്. ഓക്കെ, സോ ലോഗ് എക്സ് റൈസ് ടു എക്സ് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ രണ്ട് സൈഡിൽ ലോഗ് എടുത്തിട്ടും കാര്യമില്ല. ഇവിടെ ലോഗ് വൈ എടുക്കാം. ഇവിടെ ലോഗ് എടുത്തു കഴിഞ്ഞാൽ ലോഗ് ഓഫ് ഇതേ പ്ലസ് ഇതെന്ന് പറഞ്ഞ് കിടക്കും. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, വല്ല കാര്യമുള്ളൂ. ഓക്കെ, സോ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ നോക്കിയേ, ഇത്രയേ ഉള്ളൂ. രണ്ടിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. നമുക്ക് നേരത്തെ ഒരു എക്സ് റൈസ് ടു എക്സ് എന്നും പറഞ്ഞൊരു കണക്ക് വന്നില്ലായിരുന്നോ, എക്സ് റൈസ് ടു എക്സിനപ്പോൾ നമ്മൾ എന്ത് ചെയ്തൊരു സബ്സ്റ്റിറ്റ്യൂഷനും കൊടുത്ത് അതങ്ങ് കണ്ടുപിടിച്ച്. അതിൽ നമ്മൾ ചെയ്തത് ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, നമ്മൾ എന്ത് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഞാൻ വിളിക്കുക യു ഈസ് ഈക്വൽ ടു എന്താ, ലോഗ് എക്സ് ദ ഹോൾ റൈസ് ടു എക്സ്. യു എന്ന് വിളിക്കാമോ? വിളിക്കാം. അതേപോലെ ഏതാണ്ട് ഇവനെ ഞാൻ എന്ത് വിളിച്ച്, വി എന്ന് വിളിച്ച്. വി എന്ന് പറഞ്ഞാൽ എന്തുവാ, എക്സ് റൈസ് ടു ലോഗ് എക്സ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെ ആയാൽ നമുക്ക് ചെയ്യാം. ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ പറയുക. ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ പറയുക. നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഡി ബൈ ഡി എക്സ് ഓഫ്, ഇതിനെ നമ്മൾ എന്ത് വിളിച്ചത്, യു. ഇതിനെ നമ്മളെന്ത് വിളിച്ചത്, വി. അതായത് എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഡി യു ബൈ ഡി എക്സ് എ പ്ലസ് ഡി വി ബൈ ഡി എക്സ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ആദ്യമേ ആരെ കണ്ടുപിടിക്കണം, ഡി യു ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. ആരെ കണ്ടുപിടിക്കണം, ഡി യു ബൈ ഡി എക്സ്, അതായത് യു ഡാഷ് കണ്ടുപിടിക്കണം. യു ഡാഷ് കണ്ടുപിടിക്കാൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇതാ നോക്കിയാൽ ഡി യു ബൈ ഡി എക്സ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡി യു ബൈ ഡി എക്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതാണ്ട് ഈ സൈഡിലോട്ട് എഴുതാം. യു എന്ന് പറഞ്ഞാൽ എന്താ, ലോഗ് എക്സ് ദ ഹോൾ റൈസ് ടു എക്സ്. ഡി യു ബൈ ഡി എക്സ് എ റൈസ് ടു എക്സ് ആയിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാമായിരുന്നു. ഇവിടെ എ റൈസ് ടു എക്സ് അല്ല, ലോഗ് എക്സ് റൈസ് ടു എക്സ് ആണ്. കോൺസ്റ്റൻ്റ് റൈസ് ടു എക്സ് എന്നല്ല കിടക്കുന്നത്, ലോഗ് എക്സ് റൈസ് ടു എക്സ് എന്നാണ് കിടക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഐഡിയ ലോഗ് അപ്ലൈ ചെയ്യുന്ന ഐഡിയ തന്നെ എന്ത് ചെയ്യും, നമ്മൾ യൂസ് ചെയ്യും. എന്ത് ചെയ്യും, രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, ലോഗ് കൊടുക്കും. രണ്ട് സൈഡിൽ ലോഗ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ലോഗ് യു ഈസ് ഈക്വൽ ടു എന്താ, ലോഗ് ഓഫ് ലോഗ് എക്സ് റൈസ് ടു എക്സ്. ഇങ്ങനെ കിട്ടത്തില്ലയോ? കിട്ടും. പക്ഷെ നമുക്കറിയാം ലോഗ് സംതിങ് റൈസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംതിങ് റൈസ് ടു സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ലോഗ് എ റൈസ് ടു എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, എമ്മിനെ ഇവിടെ എഴുതാം, ലോഗ് എ ഇങ്ങനെ എഴുതാൻ പറ്റും. അത് ലോഗിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ലോഗ് യു ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് ഓഫ് ലോഗ് എക്സ്. ഇങ്ങനെ എഴുതാമോ? എഴുതാം. ലോഗ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്നല്ലേ, ലോഗ് ഓഫ് ലോഗ് എക്സ്. ഓക്കെ ഓക്കെ, സോ ഇനി എന്ത് ചെയ്യാം, രണ്ട് സൈഡും ഡെറിവേറ്റ് ചെയ്യാം. 1/u du ബൈ ഡി എക്സ് വിത്ത് റെസ്പെക്ട് എക്സിലല്ലേ നമ്മൾ ചെയ്യുന്നത്. 1/u du ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഡക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. യു ഡാഷ് എന്ന് പറയുമ്പം എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 അത് എഴുതണ്ട, യു ഡാഷ്. വി എന്തുവാ,
log of log x u dash v plus u v dash v dash log of log x ന്റെ ഡെറിവേറ്റീവ് നമ്മുടെ ഫംഗ്ഷൻ എന്തുവാ log of log x ന്റെ ഡെറിവേറ്റീവ്. അതായത് ലോഗിന്റെ ഡെറിവേറ്റീവ് എന്താ 1/x ആ. സോ 1 ഡിവൈഡഡ് ബൈ x അല്ല, ഇവിടെ x എന്ന് പറയുമ്പോൾ നിൽക്കുന്നത് എന്താ log x ആ അല്ലേ. log of log x ന്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും 1/log x എന്ന് കിട്ടും. 1/log x മാത്രമാണോ? ഇല്ല, 1/log x അല്ല. ഇനി എന്ത് ചെയ്യണം? ആ ലോഗിൻ്റെ അകത്ത് കിടക്കുന്ന ലോഗ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അതെന്താ 1/x. ഇനി എന്തുകൊണ്ട് എക്സിൻ്റെ എടുക്കണം, പക്ഷേ എക്സിൻ്റെ dx/dx എന്താ 1 നമുക്ക് എഴുതേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇത്രയും കാര്യം കിട്ടിയോ? കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് പോവാം. സോ du/dx ഈസ് ഈക്വൽ ടു എന്താ u ഇൻറ്റു log of log x പ്ലസ് 1/log x വിച്ച് ഈസ് ഈക്വൽ ടു u എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എന്തിനായിരുന്നു u എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? log x ദ ഹോൾ റൈസ് ടു x അല്ലയോ. സോ log x ദ ഹോൾ റൈസ് ടു x ഇൻറ്റു log of log x പ്ലസ് 1/log x. ഓക്കെ ആണോ? അത്ര സാധനം കിട്ടി. ഓക്കെ, സോ du/dx കിട്ടി. du/dx എന്താ log x the whole raised to x into log of log x plus 1/log x. ഓക്കെ, സോ അത്രയായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതേപോലെ ഇനി ആരെ കണ്ടുപിടിക്കണം? du/dx കിട്ടി. അതേപോലെ ഇനി എന്ത് കണ്ടുപിടിക്കണം? dv/dx നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സോ dv/dx നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. dv/dx അങ്ങനെ കണ്ടുപിടിക്കാം. ഞാൻ അതൊരു അടുത്ത പേജിലോട്ട് കണ്ടുപിടിക്കാം. v എന്ന് പറഞ്ഞാൽ എന്താ നമുക്കിവിടെ തന്നേക്കുന്നത്? v ഈസ് ഈക്വൽ ടു x റൈസ് ടു x log x ആണ് തന്നേക്കുന്നത് അല്ലയോ. x റൈസ് ടു log x എന്നാണ് തന്നേക്കുന്നത്. v ഈസ് ഈക്വൽ ടു എന്താ x റൈസ് ടു log x എന്നാണ് തന്നേക്കുന്നത്. ഓക്കെ, രണ്ട് സൈഡിലും എന്ത് ചെയ്യും? log അപ്ലൈ ചെയ്യും. സോ log v ഈസ് ഈക്വൽ ടു എന്താ log x റൈസ് ടു log x വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം log a റൈസ് ടു m നെ എങ്ങനെ എഴുതാം? m ഇൻറ്റു log a എന്ന് എഴുതാം, ലോഗിൻ്റെ പ്രോപ്പർട്ടി. സോ ഈ log x നെ എന്ത് ചെയ്യെങ്കിൽ താഴെ കൊണ്ടുവന്ന് എഴുതാം. സോ log x ഇൻറ്റു log x എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം? log x ദ ഹോൾ സ്ക്വയർ എന്ന് വിളിക്കാം. ഓക്കെ ആണോ? log x ദ ഹോൾ സ്ക്വയർ. നമുക്ക് എന്ത് ചെയ്യണം? dv/dx കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? രണ്ട് സൈഡും ഡെറിവേറ്റീവ് അല്ലയോ. ഇവിടെ കിട്ടിയ എന്താ? log v ഈസ് ഈക്വൽ ടു log x ദ ഹോൾ സ്ക്വയർ. സോ ഡെറിവേറ്റ് ചെയ്യുക 1/v dv/dx അല്ലയോ. ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/v. വിയുടെ ഡെറിവേറ്റീവ് എന്താ? dv/dx. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു log x ദ ഹോൾ സ്ക്വയർ. log xൻ്റെ സ്ക്വയറാണ് ചെയ്തേക്കുന്നത്. log xൻ്റെ സ്ക്വയറിൻ്റെ ഇത് നമുക്കറിയാം 2 log x. ഇനി എന്ത് ചെയ്യണം? ലോഗ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ്. log xൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/x. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ അത് എഴുതണ്ട. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? dv/dx എന്ത് കിട്ടും നമുക്ക്? v ഇൻറ്റു 2 log x ഇൻറ്റു 1/x. സോ v എന്താ? v എന്ന് പറയുന്നത് x റൈസ് ടു log x ഇൻറ്റു 2 log x ഡിവൈഡഡ് ബൈ x. ഓക്കെ, dv/dx കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy/dx ആ. dy/dx എന്ന് പറഞ്ഞാൽ du/dx പ്ലസ് dv/dx. നമുക്കെന്ത് കിട്ടി? dv/dx നമ്മുടെ കയ്യിലുണ്ട്, du/dx എന്തുണ്ട്? നമ്മുടെ കയ്യിലുണ്ട്. സോ അത് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് എഴുതിയാൽ മതി, ആൻസറായി. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഒരുവിധം എല്ലാ ഐഡിയയും യൂസ് ചെയ്തിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് കണ്ട് ചെയ്ത് പഠിക്കുക. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ചെയ്യാൻ പറ്റും. സോ കോൺഫിഡൻ്റ് ആയിട്ട് പോയി എക്സാം എഴുതുക. സോ ഹാപ്പി ലേണിംഗ്. ബൈ.